അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വമൻ ഇത്തബഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ അമ്മാ ബഅദ്. അല്ലാഹു സുബ്ഹാനഹു വ തആല വജ്ഹ് മാത്രം ഉദ്ദേശിച്ചുകൊണ്ട് സംസാരിക്കുവാനും കേൾക്കുവാനും റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മെ ഓരോരുത്തരെയും സഹായിക്കുമാറാവട്ടെ. ദീനുൽ ഇസ്ലാം നമ്മുടെ ജീവിതത്തിൽ ഓരോ മേഖലകളിലും പാലിക്കാൻ പഠിപ്പിച്ചു തന്നിട്ടുള്ള, നിർദ്ദേശിച്ചിട്ടുള്ള മര്യാദകൾ സംബന്ധിച്ചാണ് നമ്മൾ സംസാരിച്ചു വരുന്നത്. അതിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സംബന്ധിച്ച് നമ്മൾ ശ്രദ്ധിക്കേണ്ട, റബ്ബിനോട് നമ്മൾ പാലിക്കാൻ ബാധ്യസ്ഥരായിട്ടുള്ള അദബുകളെ സംബന്ധിച്ച്, മര്യാദകളെ സംബന്ധിച്ച്, അതിൽ നമ്മൾ പറഞ്ഞതുപോലെ, നേരത്തെ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ ജീവിതം മുഴുവൻ, അല്ലെങ്കിൽ ദീനുൽ ഇസ്ലാം മുഴുവൻ അല്ലാഹു സുബ്ഹാനഹു വ തആല പാലിക്കേണ്ട ബാധ്യതകളാണ്, കടമകളാണ്. അത് മുഴുവനും വിശദീകരിക്കുക എന്നുള്ളത് പ്രാവർത്തികമല്ലാത്തത് കൊണ്ട് തന്നെ വളരെ പ്രധാനപ്പെട്ട, ഓർമ്മ പുതുക്കേണ്ട, വീണ്ടും ആവർത്തിച്ചു കൊണ്ടിരിക്കേണ്ട ചില പ്രധാനപ്പെട്ട മര്യാദകളെ സംബന്ധിച്ച് മാത്രമാണ് ഇവിടെ സൂചിപ്പിക്കാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട, ഇവിടെ പറയാൻ പോകുന്ന മറ്റൊരു പ്രധാനപ്പെട്ട അദബ് എന്നുള്ളത്, മര്യാദ എന്നുള്ളത്, അല്ലാഹു സുബ്ഹാനഹു വ തആലയെ അഭിമുഖീകരിക്കുന്നതിന് നമ്മൾ വേണ്ട വിധം തയ്യാറെടുക്കുക, ഒരുങ്ങുക എന്നുള്ളതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയെ അഭിമുഖീകരിക്കുന്നതിന് നമ്മൾ വേണ്ട വിധം തയ്യാറെടുക്കുക, ഒരുങ്ങുക എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട അദബ്, മര്യാദ. നമ്മൾ ശ്രദ്ധിക്കേണ്ട, നമ്മൾ ദുനിയാവിൽ പല ആളുകൾക്കും വേണ്ടിയും നമ്മൾ ഒരുങ്ങിയിട്ടുണ്ട്. പല വ്യക്തികൾക്കും വേണ്ടി, പല ആവശ്യങ്ങൾക്കും വേണ്ടി നമ്മൾ ഒരുങ്ങാറുണ്ട്. ഖുതുബ നടത്തുന്ന ഖത്തീബുമാർ ഖുതുബയ്ക്ക് വേണ്ടിയും, ക്ലാസ് നടത്തുന്ന മുദരിസുമാർ ദർസിന് വേണ്ടിയും, അതുപോലെ തന്നെ വ്യക്തിപരമായ ആവശ്യങ്ങൾക്കാണെങ്കിൽ ജോലിക്ക് വേണ്ടി, അല്ലെങ്കിൽ വിവാഹത്തിന് വേണ്ടി, പല കാര്യങ്ങൾക്കും വേണ്ടിയിട്ടും നമ്മൾ പല ആളുകൾക്കും വേണ്ടിയിട്ടും ഒരുങ്ങിയിട്ടുണ്ട്, ഒരുങ്ങാറുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് വേണ്ടി ഒരുങ്ങാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് പ്രത്യേകം കൽപ്പിച്ചിട്ടുണ്ട്. അള്ളാഹുവിനെ സംബന്ധിച്ച് അള്ളാഹു താക്കീത് നൽകിയിട്ടുണ്ട്. ഒരുങ്ങാതെ റബ്ബിനെ കണ്ടുമുട്ടേണ്ടി വരുന്നവർക്ക് റബ്ബിന്റെ ഭാഗത്തുനിന്ന് കഠിനമായ ശിക്ഷയുണ്ടാകുന്ന അള്ളാഹു സുബ്ഹാനഹു വ തആല താക്കീത് നൽകിയിട്ടുണ്ട്. ഖുർആനിൽ നമ്മൾ ശ്രദ്ധിച്ചാൽ നമ്മൾ എപ്പോഴും കേൾക്കുന്ന ഒരു കൽപ്പനയാണ് ഇത്തഖുല്ലാഹ് എന്നുള്ള കൽപ്പന, തഖ്വ കൊണ്ടുള്ള കൽപ്പന. ഈ കൽപ്പന ഒരേ ആയത്തിൽ തന്നെ 2 തവണ ആവർത്തിച്ചു വരുന്ന അപൂർവം ചില സന്ദർഭങ്ങളിൽ ഒരു സന്ദർഭമാണ് സൂറത്തുൽ ഹശറിലെ ആയത്ത്. ആ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, യാ അയ്യുഹല്ലദീന ആമനു ഇത്തഖുല്ലാഹ വൽ തൻദുർ നഫ്സുൻ മാ ഖദ്ദമത് ലിഗദിൻ വത്തഖുല്ലാഹ്. ഒരേ ആയത്തിൽ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല 2 തവണ തഖ്വ കൊണ്ട് കൽപ്പിക്കുകയാണ്. ആ 2 തഖ്വ കൊണ്ടുള്ള കൽപ്പനകൾക്കിടയിൽ അള്ളാഹു പറയുന്ന കൽപ്പന വൽ തൻദുർ നഫ്സുൻ, ഓരോ നഫ്സും നോക്കിക്കൊള്ളട്ടെ, മാ ഖദ്ദമത് ലിഗദിൻ, നാളേക്ക് വേണ്ടി അവൻ എന്താണ് മുൻകൂട്ടി തയ്യാറാക്കി വെച്ചിട്ടുള്ളതെന്ന് അവൻ നോക്കിക്കൊള്ളട്ടെ, വത്തഖുല്ലാഹ്, വീണ്ടും തഖ്വ കൊണ്ട് കൽപ്പിക്കാം. അപ്പൊ നമുക്ക് അള്ളാഹുവിന് തഖ്വ പാലിക്കാൻ ശ്രദ്ധിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം വളരെയധികം അവർ പാലിക്കാൻ ശ്രദ്ധിക്കേണ്ട, അല്ലെങ്കിൽ എപ്പോഴും മനസ്സിൽ കൊണ്ടു നടക്കേണ്ട ഒരു വിചാരമാണ് റബ്ബിനെ അഭിമുഖീകരിക്കേണ്ടി വരുന്നതിന് മുമ്പായി ഏറ്റവും നന്നായി ഒരുങ്ങുക, തയ്യാറെടുക്കുക എന്നുള്ളത്. നമുക്കറിയാം, ആ ഒരു തയ്യാറെടുപ്പിന് വേണ്ടി നമ്മൾക്ക് എന്തെല്ലാം ആവശ്യമുണ്ടോ അതെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിലൂടെയാണെങ്കിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ, ഹദീസുകളിലൂടെയും നമുക്ക് കൃത്യമായി പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ആ ദിവസത്തെ പറ്റിയും ആ ദിവസത്തിൽ ഉള്ള വിചാരണയെ സംബന്ധിച്ചെല്ലാം വളരെ വിശദമായി തന്നെ. അത് വിശദീകരിക്കാൻ നിന്നാൽ വളരെ വലിയൊരു സമയം അതിനു വേണ്ടി വരും. യൗമ തദ്ഹലു കുല്ലു മുർദിഅത്തിൻ അമ്മാ അർദഅത്. ഓരോ മുല കൊടുക്കുന്ന സ്ത്രീകൾ തങ്ങളുടെ മുല കൊടുക്കുന്നതിന് തൊട്ട് അവർ എന്ത് ചെയ്യും? അവർ മറന്നുപോകും. നമ്മൾ ശ്രദ്ധിക്കണം, ഒരാളും എന്തിനെപ്പറ്റി മറന്നാലും ഒരു ഉമ്മ, മുല കൊടുക്കുന്ന ഉമ്മ, ആ കുട്ടിയെപ്പറ്റി ഒരിക്കലും മറന്നുപോലെ വിട്ടുകളയൂല. അങ്ങനത്തെ ഒരു സാഹചര്യം, ആ ഉമ്മ പോലും ആ മക്കളെ വിട്ടുപോകുന്നൊരു സാഹചര്യം അതുണ്ടാകും. അതുപോലെ തന്നെ തറന്നാസ സുക്കാറ വമാഹും ബി സുക്കാറ, ആളുകൾ ലഹരി ബാധിച്ചതുപോലെ നീ കാണും, പക്ഷെ അവർക്ക് ശരിക്കും ലഹരി ബാധിച്ചിട്ടുണ്ടാവൂല. വലാകിന്ന അദാബല്ലാഹി ശദീദ്, മറിച്ച് അള്ളാഹുവിന്റെ ശിക്ഷ വളരെ കഠിനമാണ്.
അതുപോലെ എത്ര ആയത്തുകളാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ദിവസത്തെ സംബന്ധിച്ച് എന്ത് ചെയ്തത്? യൗമ യഫിറുൽ മർഉ മിൻ അഖി വ ഉമ്മിഹി വ അബി വ സാഹിബതിഹി വ ബനി ലികുല്ലി ഇംറിഇൻ മിൻഹും യൗമഇദിൻ ശഅനു യുഗ്നി. ആ ദിവസത്തെ സംബന്ധിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുപാട് ആയത്തുകൾ വിശദീകരിച്ചു തന്നിട്ടുണ്ട്. മക്കിയായ സൂറത്തുകളിൽ അതിന്റെ പ്രധാനപ്പെട്ട ഉള്ളടക്കം എന്നുള്ളത് ആ ദിവസത്തിനെ പറ്റിയും ആ ദിവസത്തിന്റെ ഭയാനകതയെ സംബന്ധിച്ചുമുള്ള താക്കീതുകളാണ്. അതൊരുപാട് വിശദീകരിക്കാനുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസുകളിലൂടെയും അതിന്റെ ഭയാനകത വിശദീകരിച്ചു തന്നിട്ടുണ്ട്. എത്രയോ ഹദീസുകളുണ്ട് നരകത്തിന്റെ വിശാലതയെ സംബന്ധിച്ചും അതിന്റെ തീക്ഷ്ണതയെ സംബന്ധിച്ചും. അതിനെ സംബന്ധിച്ച് ഒരുപാട് കാര്യങ്ങൾ. ഒരൊറ്റ ഹദീസ് മാത്രം മതി നമുക്കതിന്റെ അവസ്ഥ ശരിക്കും നമ്മൾക്ക് നമ്മുടെ മനസ്സിൽ അതിന്റെ ശരിയായ അതിന്റെ വലിപ്പം നമ്മൾക്കത് കൊണ്ടുവരാൻ ഒരു പരിധി വരെ നമ്മൾ സഹായിക്കുന്ന ഒരു ഹദീസുണ്ട്. എന്താണെന്നറിയോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആയിഷ റളിയല്ലാഹു അൻഹുവിനെ പറഞ്ഞു കൊടുക്കുകയാണെന്ത്? യുഹ്ശറു നാസു യൗമൽ ഖിയാമത്തി ഹുഫാതൻ ഉറാതൻ ഗുർല. ജനങ്ങൾ ഖിയാമത്ത് നാളിൽ ഒരുമിച്ച് കൂട്ടപ്പെടുക ചെരുപ്പ് ധരിക്കാത്ത, ചേലാകർമ്മം ചെയ്യപ്പെടാത്ത, വസ്ത്രം ധരിച്ചിട്ടില്ലാത്ത അവസ്ഥയിലായിരിക്കും എല്ലാ ആളുകളും. ആദം അലൈഹിസ്സലാം മുതലുള്ള ഖിയാമത്ത് നാൾ വരേക്കും ജനിക്കുന്ന എല്ലാ ആളുകളും ആണും പെണ്ണും വിവസ്ത്രരായി ഒരു നൂൽബന്ധം പോലും ഇല്ലാത്ത രൂപത്തിലായിരിക്കും ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുക. ആയിഷ റളിയല്ലാഹു അൻഹ സ്വാഭാവികമായിട്ടുണ്ടാവുന്ന ഒരു സംശയം ചോദിച്ചു, അള്ളാഹുവിന്റെ റസൂലെ, ഇങ്ങനെ ആണും പെണ്ണും വസ്ത്രമില്ലാതെ നിൽക്കുമ്പോൾ ഇവർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുകയില്ലേ എന്ന് ചോദിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് അൽ അംറു അശദ്ദു മിൻ ദാലിക്. അന്നത്തെ അവസ്ഥ അങ്ങനെ നോക്കാൻ സാധിക്കുന്നതിനേക്കാൾ കഠിനമായ അവസ്ഥ. നമ്മൾ ആലോചിച്ച് നോക്ക്, ലോകത്തുള്ള എല്ലാ സ്ത്രീകളും ഒരു വസ്ത്രത്തിന്റെ ഒരു തരിമ്പ് പോലും ധരിക്കാതെ നമ്മുടെ കൺമുന്നിൽ തന്നെ കൺവട്ടത്ത് തന്നെ ഉണ്ടായിട്ടും നമുക്കൊന്ന് അങ്ങോട്ടൊന്ന് നോക്കാൻ പറ്റാത്തത്രയും പ്രയാസമുള്ളൊരു ദിവസമാണ് ഖിയാമത്ത്. സാധിക്കൂല. നമ്മൾ അവരെ പറ്റി ചിന്തിക്കുന്നു പോലുമില്ല. ലികുല്ലി ഇംറിഇൻ മിൻഹും യൗമഇദിൻ ശഅനു യുഗ്നി. ഓരോരുത്തർക്കും അവന് മതിയാകുന്ന കാര്യം അവന് സ്വന്തത്തെ പറ്റി തന്നെ ഉണ്ടാവും. മറ്റൊരാളെ പറ്റി നോക്ക്, ചിന്തിക്കുക, അതിനൊന്നും അവന് സമയം തന്നെ ഇല്ല. അങ്ങനത്തെ ഒരു ദിവസമാണ്. ആ ദിവസത്തിന് വേണ്ടി തയ്യാറെടുക്കാൻ അള്ളാഹു കൽപ്പിച്ചിട്ടുണ്ട്. അങ്ങനെ തയ്യാറെടുക്കാത്ത ആളുകളെ അള്ളാഹു സ്വന്തത്തെ തൊട്ട് എന്ത് ചെയ്തിട്ടുണ്ട്? വയുഹദ്ദിറുകുമുല്ലാഹു നഫ്സഹു. അള്ളാഹു സ്വന്തത്തെ തൊട്ട് അള്ളാഹു എന്ത് ചെയ്യണം? നിങ്ങൾക്ക് താക്കീത് നൽകുകയാണ്. കാരണം ഈ താക്കീത് സ്വീകരിക്കാത്തവൻ അവിടെ എത്തിയൽപ്പെടും. അവൻ ഒരിക്കലും രക്ഷപ്പെടാൻ സാധിക്കൂല. അതുകൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല ശക്തമായി താക്കീത് നൽകുകയാണ്. നമ്മൾ എങ്ങനെയെങ്കിലും ആ താക്കീത് കേട്ട് പേടിച്ച് നന്നാവാൻ വേണ്ടിയിട്ടാണ്, ഒരുങ്ങാൻ തയ്യാറെടുക്കാൻ വേണ്ടിയിട്ടാണ്. ആ ദിവസത്തെ സംബന്ധിച്ച് അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരുപാട് സന്ദർഭങ്ങളിൽ ഒരുപാട് വിശദമായി സംസാരിച്ചിട്ടുണ്ട്. ഈ ദിവസത്തിൽ നമ്മൾക്ക് ശ്രദ്ധിക്കേണ്ടത് ആ ദിവസത്തിന്റെ ഭയാനകതയും മറ്റുള്ള കാര്യങ്ങളൊക്കെ അതിനേക്കാൾ അപ്പുറം നമുക്ക് നമ്മുടെ റബ്ബിന്റെ മുന്നിൽ ചെന്ന് നിൽക്കേണ്ടി വരുന്നൊരു രംഗമുണ്ട്. നമ്മളും റബ്ബും മാത്രം. നമുക്ക് രണ്ടുപേർക്കും ഇടയിൽ മറ്റൊരാളില്ല, വിവർത്തകനോ മറ്റാരുമില്ല, മധ്യസ്ഥനൊന്നുമില്ല. റബ്ബ് സുബ്ഹാനഹു വ തആലയുമായിട്ട് നേർക്ക് നേരെ അഭിമുഖീകരിക്കേണ്ടി വരുന്ന ഒരു രംഗം ഓരോ മനുഷ്യനും നേരിടേണ്ടി വരാനുണ്ട്. ഈ രംഗത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്തൊക്കെയാണ്? നമ്മൾ എങ്ങനെയാണ് ആ രംഗത്തിൽ നമുക്ക് എളുപ്പം കിട്ടുക? നമ്മൾ അതിന് എന്തൊക്കെ കാര്യങ്ങൾ? ഇതെല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൃത്യമായി പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. എല്ലാം ഓരോ കാര്യങ്ങളും സൂക്ഷ്മമായ വിശദാംശങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസുകൾ പഠിപ്പിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല ആയത്തുകൾ വ്യക്തമാക്കി തന്നിട്ടുണ്ട്. അതിന്റെ ഒരു ഖുലാസ, അതിന്റെ ഒരു ആകത്തുക എന്നുള്ളത് ശ്രദ്ധിക്കണം, പഠിച്ചു വെക്കണം. ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് അദ്ദേഹം വിശദീകരിക്കുന്നുണ്ട് ഈ ഒരു അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിചാരണയുടെ ഒരു ആകത്തുക. ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് പറയുന്നത് 3 തരത്തിലാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രവർത്തനങ്ങളെ ക്രമീകരിച്ചിട്ടുള്ളത്. ലിദ്ദുൽമി ദീവാനുൻ സലാസ. ദുൽമിന് 3 ദീവാൻ, 3 കാറ്റഗറിയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല എടുക്കുക. തിന്മകൾ എന്നുള്ളത് 3 കാറ്റഗറിയാണ്. ഇത് പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ, ഇത് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മൾക്ക് ഒരു പരിധി വരെ അതിനനുസരിച്ച് മാറ്റങ്ങൾ വരുത്തുന്ന ആളുകൾക്ക് ഒരു പരിധി വരെ റബ്ബിന്റെ മുന്നിലുള്ള വിചാരണ എളുപ്പമായി കിട്ടും. അങ്ങനെ ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു ഖായിദ ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് വിശദീകരിക്കുന്നുണ്ട്. 3 ദീവാനുകളാണ്. 3 തരത്തിലാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ തിന്മകളെ വേർതിരിച്ചിട്ടുള്ളത്. ഒന്നാമത്തെ കാറ്റഗറി എന്നുള്ളത്
അള്ളാഹു സുബ്ഹാനഹു വ തആലയെ ആ തിന്മകളുമായി, ആ കാറ്റഗറിയിലുള്ള തിന്മകളുമായി ഒരാൾ കണ്ടുമുട്ടിയാൽ, തൗബ ചെയ്യാതെ കണ്ടുമുട്ടിയാൽ, അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ എന്തൊക്കെ നന്മകൾ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ശരി, അവൻ ആ തിന്മകൾ ഒരു കാലത്തും പുറത്തു കൊടുക്കുകയില്ല. ഒരു കാലത്തും പുറത്തു കൊടുക്കില്ല. അങ്ങനത്തെ തിന്മകളുണ്ട്. ആണ് ഒന്നാമത്തെ കാറ്റഗറി. അതിലേറ്റവും ആദ്യം വരുന്നത് ഷിർക്കാണ്, വലിയ ഷിർക്ക്. അള്ളാഹുവിൻ്റെ മാത്രമായിട്ടുള്ള പ്രത്യേകതകൾ മറ്റാർക്കെങ്കിലും വകവെച്ചു കൊടുക്കലോ, അള്ളാഹുവിന് മാത്രം സാധിക്കുന്ന കാര്യങ്ങൾ മറ്റാരോടെങ്കിലും തേടലോ, ഇങ്ങനെ വലിയ പ്രത്യക്ഷമായ അള്ളാഹുവിൽ പങ്കു ചേർക്കൽ, ഇതൊന്നാമത്തെ. അതല്ലാത്ത മറ്റുള്ള വലിയ കുഫറാകുന്ന, ദീനിൽ നിന്ന് പുറത്തു പോകുന്ന, റിദ്ദത്ത് സംഭവിക്കുന്ന മറ്റുള്ള കാര്യങ്ങളും, നവാഖിദുൽ ഇസ്ലാം എന്നൊക്കെ പറയുന്ന വിഷയങ്ങൾ, നമ്മുടെ ദീനിനെ പാടെ തകർത്ത് കളയുന്ന കാര്യങ്ങൾ, ഇത്തരം കാര്യങ്ങളൊക്കെ ഈ ഒന്നാമത്തെ കാറ്റഗറിയിൽ പെടുന്ന. ശരി, ഇതുമായിട്ട് ഒരാൾക്ക് ഈ കാറ്റഗറിയിൽപ്പെട്ട ഏതെങ്കിലും ഒരു പ്രവർത്തനം, തിന്മ അവന് സംഭവിക്കുകയും അതിൽ നിന്ന് തൗബ ചെയ്യാതെയാണ് അവൻ റബ്ബിനെ കണ്ടുമുട്ടേണ്ടി വരികയും ചെയ്യുന്നതെങ്കിൽ അവന്റെ ആഖിറ നഷ്ടമായി. അവനെ സംബന്ധിച്ചിടത്തോളം അവന് സ്വർഗത്തിൽ പ്രതീക്ഷ വെക്കാൻ യാതൊരു വകുപ്പുമില്ല. അവന് അള്ളാഹു സുബ്ഹാനഹു വ തആല സ്വർഗം ഹറാമാക്കും. ഒരു കാലത്ത് അവൻ സ്വർഗത്തിൽ പ്രവേശിക്കാനേ പോകുന്നില്ല. അവൻ കാലാകാലം നരകത്തിൽ തന്നെയാണ്. രണ്ടാമത്തെ കാറ്റഗറി എന്നുള്ളത് അള്ളാഹു സുബ്ഹാനഹു വ തആല തീരെ പരിഗണിക്കാതെ അതൊക്കെ പരമാവധി പെട്ടെന്ന് പുറത്തു തരുന്ന ചില കാറ്റഗറി ഉണ്ട്, തിന്മകളുടെ ചില കാറ്റഗറി ഉണ്ട്. അത് മനസ്സിലാകണമെങ്കിൽ മൂന്നാമത്തെ കാറ്റഗറി അത് ഏതൊക്കെയാണെന്ന് മനസ്സിലാക്കുക. രണ്ടാമത്തെ കാറ്റഗറിയിൽ വരുന്ന തിന്മകൾ ഏതൊക്കെയാണെന്ന് മനസ്സിലാകണമെങ്കിൽ മൂന്നാമത്തെ കാറ്റഗറി കൂടി പറഞ്ഞാൽ മനസ്സിലാവും. മൂന്നാമത്തെ കാറ്റഗറി എന്നുള്ളത്, തിന്മകളുടെ വിഭാഗം എന്നുള്ളത്, അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ പടപ്പുകൾക്കും നമ്മൾക്കും ഇടയിൽ ഉണ്ടാവുന്ന തിന്മകളാണ്. എന്നുവെച്ചാൽ മറ്റൊരാളെ പ്രയാസപ്പെടുത്തുന്ന സംസാരങ്ങൾ സംസാരിക്കുക, അല്ലെങ്കിൽ അവന്റെ സമ്പത്ത് അന്യായമായി അപഹരിക്കുക, അല്ലെങ്കിൽ ശാരീരികമായി അവൻ ഉപദ്രവിക്കുക, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നമുക്കും റബ്ബിന്റെ മറ്റ് പടപ്പുകൾക്കും ഇടയിലുള്ള പ്രശ്നങ്ങൾ. ഇത് അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരു തരിമ്പും വിട്ടുതരൂല, ഒരു തരി പോലും വിട്ടുകൊടുക്കൂല. ചില ഹദീസുകൾ കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, ദുനിയാവിൽ വെച്ച് കൊമ്പുള്ള ഒരാട് അന്യായമായി കൊമ്പില്ലാത്തൊരാടിനെ കുത്തിയിട്ടുണ്ടെങ്കിൽ ഈ രണ്ടാടുകളെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഖിയാമത്ത് നാളിൽ കൊണ്ടുവരും. എന്നിട്ട് കൊമ്പില്ലാത്ത ആടിന് അള്ളാഹു കൊമ്പ് നൽകുകയും കൊമ്പുള്ള ആടിനെ തിരിച്ചു കുത്താൻ അള്ളാഹു കൽപ്പിക്കുകയും ചെയ്യും. അതുപോലും പടപ്പുകൾക്കിടയിലുള്ള അള്ളാഹു വിട്ടുകൊടുക്കില്ല. അത് ആ കാര്യങ്ങൾ ദുനിയാവിൽ വെച്ച് പരസ്പരം ആ തെറ്റുകൾ, അപാകതകൾ പരസ്പരം പൊരുത്തപ്പെടിക്കുകയല്ലാതെ മറ്റൊരു നിർവാഹം, ആ തെറ്റ് പുറത്തു കിട്ടാൻ വേറൊരു വഴിയും ദീനിൽ ഇസ്ലാം പഠിപ്പിച്ചിരുന്നില്ല. ആർക്കാണോ നമുക്ക് ആ ഹക്ക് വീട്ടാനുള്ളത് അവരോട് ആ വിഷയം പൊരുത്തപ്പെടുക, അവരുടെ പൊരുത്തം ആ വിഷയത്തിൽ ചോദിച്ചു വാങ്ങുകയും ചെയ്യൽ എന്നത് മാത്രമേ ഈ വിഷയത്തിൽ നമുക്ക് പോംവഴിയായിട്ടുള്ളൂ. എങ്കിൽ മാത്രമേ അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ തൗബ കൊണ്ട് അത്തരം തെറ്റുകൾ പുറത്തു തരികയുള്ളൂ. ഇതാണ് രണ്ടാമത്തെ അല്ലെങ്കിൽ മൂന്നാമത്തെ ഇനം. ഇത് രണ്ടുമല്ലാത്ത ബാക്കിയുള്ള തിന്മകളൊക്കെ രണ്ടാമത്തെ കാറ്റഗറിയിൽ വരുന്ന ചില നിബന്ധനകളുണ്ട്. ചില നിബന്ധനകൾ അതിൽപ്പെട്ടതാണെന്ത്? അള്ളാഹു സുബ്ഹാനഹു വ തആല ആ തിന്മയെ മറച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ ആ തിന്മ പരസ്യപ്പെടുത്താതിരിക്കുക എന്നുള്ളതാണ്. ആ തിന്മ പരസ്യപ്പെടുത്താതിരിക്കുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ തെറ്റുകൾ പറ്റിയാൽ ഉടൻ തൗബ ചെയ്യുക എന്നുള്ളതാണ്. തെറ്റ് പറ്റിപ്പോയാൽ ഉടൻ തന്നെ തൗബ ചെയ്യുക എന്നുള്ളത്. ഇങ്ങനെ ചില നിബന്ധനകളുണ്ട്. ഈ നിബന്ധനകൾ പാലിക്കുന്ന ആളുകളാണെങ്കിൽ ഈ ഒന്നാമത്തെ കാറ്റഗറിയിലും മൂന്നാമത്തെ കാറ്റഗറിയിലും അല്ലാത്ത ബാക്കി എല്ലാ തിന്മകളും അള്ളാഹു സുബ്ഹാനഹു വ തആല അത് പരിഗണിക്കുക പോലുമില്ല. പക്ഷെ അത് പരമാവധി പുറത്തു കൊടുക്കും. അല്ലെ, ചില ഹദീസുകൾ കാണാം, അള്ളാഹു സുബ്ഹാനഹു വ തആല ഇങ്ങനെ ഈ രണ്ട് കാറ്റഗറിയിലും തിന്മകൾ ഇല്ലാത്ത ഒരാളെ സംബന്ധിച്ച് ഹദീസുകൾ കാണാം, അവനെ അള്ളാഹു സുബ്ഹാനഹു വ തആല അള്ളാഹുവിന്റെ അടുക്കലേക്ക് ചേർത്ത് നിർത്തുകയും ഒരു മറയിടുകയും ചെയ്യും. പക്ഷെ ബാക്കിയുള്ള ആളുകൾ ഇവരെ തിന്മകൾ കാണാതിരിക്കുക. എന്നിട്ട് അവനോട് അള്ളാഹു സുബ്ഹാനഹു വ തആല സംഭാഷണം നടത്തും. അതഅരിഫു ദംബ കദാ വ കദാ, ഇന്ന തിന്മകൾ നിനക്ക് ഓർമ്മയുണ്ടോ എന്ന് ചോദിച്ച് ഓരോ തിന്മകളും അള്ളാഹു സുബ്ഹാനഹു വ തആല എടുത്തെടുത്ത് പറയുമ്പോൾ ഇവൻ ഐ റബ്ബി, അതെ റബ്ബെ, അങ്ങനെ ഒരു തിന്മ ഞാൻ ചെയ്തിട്ടുണ്ട്
എന്നിങ്ങനെ പറഞ്ഞു പറഞ്ഞ അവസാനം ഇവൻ കരുതും ഞാൻ നശിച്ചുപോയി, ഞാൻ നരകത്തിൽ പോകേണ്ടവനാണ് എന്ന് കരുതുമ്പോൾ റബ്ബ് സുബ്ഹാനഹു വ തആല അവനോട് പറയും സതർതുഹാ ലക ഫിദ്ദുനിയ വഅഗ്ഫിറുഹാ ലക അൽയൗം. ഈ തിന്മകളൊക്കെ ഞാൻ നിനക്ക് ദുനിയാവിൽ മറച്ചു വെച്ചിരുന്നു. പക്ഷെ ഈ തിന്മകൾ വേറെ ആരും അറിഞ്ഞിട്ടില്ല. അവനും റബ്ബുമല്ലാതെ, അതിൽ റബ്ബും നിശ്ചയിച്ച മലക്കുകളല്ലാതെ വേറെ ആരും എന്ത് ചെയ്തിട്ടില്ല, പടപ്പുകളിൽ വേറെ ആരും ഈ തിന്മകൾ അറിഞ്ഞിട്ടില്ല. ഞാനിത് ദുനിയാവിൽ നിനക്കിത് മറച്ചു വെച്ചിരുന്നു. വഅഗ്ഫിറുഹാ ലക അൽയൗം, ഇന്ന് ഞാനിതാ നിനക്കത് പുറത്തു തരികയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് അത്രയേ ഉള്ളൂ, വളരെ നിസ്സാരമാണ്. എന്നാൽ അത് ഇത്തരം തിന്മകളെയാണ്, ഈ രണ്ടാമത്തെ കാറ്റഗറിയിൽപ്പെടുന്ന തിന്മകളെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഈ ഒരു അറിവ് കിട്ടുന്ന, ഈ ഒരു അടിസ്ഥാനം മനസ്സിലാക്കിയ ഒരാൾ, അവന് ഈ രണ്ട് വിഭാഗം തിന്മകളെ സംബന്ധിച്ചും വളരെയധികം ജാഗ്രത ഉണ്ടാവും. ആ ജാഗ്രതയാണ് ഈ തയ്യാറെടുപ്പ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിനെ സംബന്ധിച്ച് പഠിക്കണം. ഇപ്പൊ ഷിർക്കാണെങ്കിൽ ഷിർക്ക് കടന്നു വരുന്ന വഴികൾ, ഷിർക്കിന്റെ ഇനങ്ങൾ, ഷിർക്കിന്റെ വകഭേദങ്ങൾ, ഇത് ഒരുപാട് പഠിക്കാനുണ്ട്. ഇത് പഠിച്ചാലല്ലാതെ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ നിന്ന് എന്ത് ചെയ്യാൻ സാധിക്കില്ല, പൂർണ്ണമായും മാറ്റി നിർത്താൻ, ഒഴിവാക്കി നിർത്താൻ സാധിക്കൂല. പഠിക്കണം. അങ്ങനെ പഠിച്ച് അതിനനുസരിച്ച് പ്രവർത്തിച്ചിട്ടാണ് നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കുക, റബ്ബിനുമുള്ള അഭിമുഖീകരിക്കല്, അതിന് ഒരുങ്ങാൻ, തയ്യാറെടുക്കാൻ നമുക്ക് അങ്ങനെ സാധിക്കാം. അതിനുള്ള ഏറ്റവും ഒന്നാമത്തെ സ്റ്റെപ്പാണ് പഠിക്കുക എന്നുള്ളത്. എന്നുവെച്ചാൽ ഒരാൾ കിതാബ് തൗഹീദ് പോലത്തെ ഒരു കിതാബ് പഠിക്കുകയോ അല്ലെങ്കിൽ അതിലുള്ള വിഷയങ്ങൾ, മസാലകൾ അത് ആ കിതാബിലൂടെ തന്നെ അല്ലെങ്കിലും മനസ്സിലാക്കുകയോ ചെയ്തിട്ടില്ലെങ്കിൽ, അതിനനുസരിച്ച് ജീവിതത്തിൽ മാറ്റങ്ങൾ വരുത്തിയിട്ടില്ലെങ്കിൽ, അവനൊരിക്കലും റബ്ബിനെ കണ്ടുമുട്ടുന്നത് നല്ല രൂപത്തിലായിരിക്കും നമുക്ക് ഓരോ ഉറപ്പും പറയാൻ സാധിക്കൂല. കാരണം അവന്റെ ജീവിതത്തിൽ അതിനെതിരാകുന്ന, തൗഹീദിനെ ഭംഗം വരുത്തുന്ന, അതിനെ എന്താ പറയാ, കളങ്കമുണ്ടാക്കുന്ന ഒരുപാട് കാര്യങ്ങൾ അവന്റെ ജീവിതത്തിൽ അവൻ അറിയാതെ സംഭവിക്കാൻ ഒരുപാട് സാധ്യതയുണ്ട്. നമുക്ക് പഠിക്കാതെ എന്ത് ചെയ്യാൻ സാധിക്കില്ല, അറിവ് കരസ്ഥമാക്കാതെ, അതിനടിസ്ഥാനത്തിൽ മാറ്റങ്ങൾ വരുത്താതെ നമുക്ക് നമ്മുടെ റബ്ബിനെ കണ്ടുമുട്ടുക എന്നുള്ളത് നമ്മൾ ഒരിക്കലും ശരിയായ കണ്ടുമുട്ടലാവുകയില്ല. നമ്മൾ ഉദ്ദേശിക്കുന്ന രൂപത്തിൽ തയ്യാറെടുത്ത് പ്രിപ്പയർ ആയിട്ടുള്ള കണ്ടുമുട്ടൽ എന്ന് പറയുന്നത് പഠിച്ചതിന് ശേഷം, പ്രാവർത്തികം മാറ്റം വരുത്തിയതിനു ശേഷം. ഒന്നും പഠിക്കാതെ ഈ വിഷയങ്ങൾ മനസ്സിലാക്കാതെ, ഇതുപോലെ തന്നെ ഷിർക്ക്, അങ്ങനെ കുഫറാണെങ്കിൽ ഒരുപാട് ഇനങ്ങളുണ്ട്, ശ്രദ്ധിക്കണം. ദീനിൽ നിന്ന് പുറത്തു പോകുന്ന കാര്യങ്ങൾ, സംസാരം കൊണ്ട് പുറത്തു പോകുന്ന കാര്യങ്ങളുണ്ട്. അതുപോലെ തന്നെ വിശ്വാസം കൊണ്ട്, സംശയം കൊണ്ട്, അതുപോലെ തന്നെ പ്രവർത്തനങ്ങൾ കൊണ്ട്, ഇങ്ങനെയൊക്കെ ദീനിൽ നിന്ന് പുറത്തു പോകുന്ന വിഷയങ്ങൾ പല തരങ്ങളാണ്. ഇതിനെ സംബന്ധിച്ചൊന്നും വ്യക്തമായ ധാരണയില്ലാത്ത ഒരാൾ അതിലേതെങ്കിലും ഒന്ന് പ്രവർത്തിക്കുന്നത് വഴി അവൻ വളരെ വലിയ അപകടത്തിലാണ് ചെന്ന് വീഴുക. അതുകൊണ്ട് തന്നെ ഇത്തരം കാര്യങ്ങൾ മനസ്സിലാക്കുകയും അതിന് അനുയോജ്യമാകുന്ന രൂപത്തിൽ ജീവിതത്തിൽ മാറ്റങ്ങൾ വരുത്തുകയും ചെയ്യാൻ നാം ബാധ്യസ്ഥരാണ്. ഇതൊന്നാമത്തെ തിന്മകളെ സംബന്ധിച്ചാണ്. മൂന്നാമത്തേതെന്നുള്ളത് നമ്മൾക്കും റബ്ബിന്റെ മറ്റ് പടപ്പുകൾക്കും ഇടയിലുള്ള തിന്മകളാണ്. അത് റബ്ബ് സുബ്ഹാനഹു വ തആല ഒരു തരി പോലും വിട്ടുതരികയില്ല എന്ന് മനസ്സിലാക്കുന്ന ഒരാൾ പടപ്പുകൾക്കിടയിലുള്ള മുആമലാത്തുകൾ വളരെയധികം ശ്രദ്ധിക്കും, സൂക്ഷ്മമായിട്ട് എന്ത് ചെയ്യുള്ളൂ, കൈകാര്യം ചെയ്യുകയുള്ളൂ. അതുപോലെ തന്നെ രണ്ടാമത്തെ കാറ്റഗറി, ആ കാറ്റഗറിയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ തിന്മകളും അങ്ങനെ വെറുതെ വിട്ടേച്ച് തരണമെങ്കിൽ അതിന് ചില നിബന്ധനകളുണ്ട് എന്നറിയുന്ന, അത് മനസ്സിലാക്കുന്ന ഒരാൾ ആ നിബന്ധനകൾ എപ്പോഴും, തെറ്റ് പറ്റുമ്പോഴൊക്കെ ആ നിബന്ധനകൾ പാലിക്കാൻ ശ്രദ്ധിക്കും. ഇങ്ങനെ നമ്മൾ ഈ രൂപത്തിൽ നമ്മുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ വരുത്താൻ നാം ബാധ്യസ്ഥരാണ്. അത് നമ്മൾ റബ്ബിനോട് പാലിക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട അദബാണ്, മര്യാദയാണ്. റബ്ബിനെ കണ്ടുമുട്ടുന്നതിന് മുമ്പ് അതിനുവേണ്ടി കൃത്യമായ തയ്യാറെടുപ്പ് നടത്തുക, പഠിക്കുകയും ആ പഠനത്തിന്റെ അടിസ്ഥാനത്തിൽ ജീവിതത്തിൽ മാറ്റങ്ങൾ വരുത്തുകയും, അങ്ങനെ നല്ല രൂപത്തിലായിക്കൊണ്ട് നമ്മുടെ ജീവിതം, അല്ലേ, വലാ തമൂത്തുന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ, നമ്മൾ മുസ്ലിമീങ്ങളായിക്കൊണ്ടല്ലാതെ മരണപ്പെടരുത് അല്ലാഹു സുബ്ഹാനഹു വ തആല കൽപ്പിച്ചിട്ടുണ്ട്. എപ്പോഴും ഈ രൂപത്തിൽ തയ്യാറെടുപ്പിൽ എല്ലാം പ്രിപ്പയർഡായി നമ്മൾ ജീവിക്കുന്ന ഒരാൾക്ക് ആ രൂപത്തിൽ മരണപ്പെടാൻ സാധിക്കുകയുള്ളൂ. കാരണം മരണം എന്നുള്ളത് എപ്പോഴും കടന്നു വരാം. റബ്ബിന് ഏതും സമയത്ത് നമ്മൾ എന്ത് ചെയ്യാം, കണ്ടുമുട്ടാം. വളരെയധികം ശ്രദ്ധിക്കുക. ഇത്തരം വിഷയങ്ങളിൽ ഒരിക്കലും അലംഭാവം, അലസത നമ്മുടെ ഭാഗത്ത് ഉണ്ടാകാൻ പാടില്ല.
അതുപോലെ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട അദബ് എന്നുള്ളത്, റബ്ബിനോട് പാലിക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട അദബ് എന്നുള്ളത്, അള്ളാഹു സുബ്ഹാനഹു സംബന്ധിച്ച് ഏറ്റവും നല്ല വിചാരം ഉള്ളവരായിരിക്കുക. ഹുസ്നുദ്ദന്ന്, നല്ല വിചാരം, നല്ല ചിന്തകൾ എന്നുള്ളത്, നമ്മൾ അങ്ങനെ നല്ല വിചാരങ്ങൾ വിചാരിക്കാൻ ഏറ്റവും അധികം അർഹൻ നമ്മുടെ റബ്ബ് തന്നെയാണ്. ഒരിക്കലും എന്ത് റബ്ബിനെ പറ്റി മോശം വിചാരങ്ങൾ വിചാരിക്കാൻ ഒരു മുഅ്മിന് പാടില്ലാത്ത, അത് ഒരുപാട് എന്താ പറയാ, നമുക്കതിന് ഒരുപാട് പാഠങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ മുന്നിൽ ഒരുപാട് മാതൃകകൾ ആ വിഷയത്തിലുണ്ട് അല്ലെ. ഏറ്റവും എളുപ്പത്തിൽ നമ്മുടെ എന്താ പറയാ ചരിത്രത്തിൽ തന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഏറ്റവും അധികം സ്വാധീനിക്കുന്ന അല്ലെങ്കിൽ നമ്മൾക്കൊരു മാതൃകയെ അള്ളാഹു സുബ്ഹാനഹു വ തആല അത് തലമുറകളോളം നിശ്ചയിച്ചു തന്ന ഒരു വനിത, ഒരു സ്ത്രീയുണ്ട്. മറ്റ് നബിമാരും അല്ലെങ്കിൽ മറ്റുള്ള റസൂലുമാരും അമ്പിയാക്കന്മാരും അതൊക്കെ നമുക്ക് സ്വാഭാവികമാണ്. അള്ളാഹുവിന്റെ റസൂലുമാരാണ്, നബിമാരാണ്, അവർ അവരുടേതായിട്ടുള്ള ക്വാളിറ്റി അവർ കീപ്പ് ചെയ്യും, നമുക്കറിയാം, സ്വാഭാവികമാണ്. പക്ഷെ അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മൾക്ക് ഹജ്ജിന്റെ വേളകളിലായിക്കോട്ടെ, മറ്റുള്ള അവസരങ്ങളിലായിക്കോട്ടെ, മറ്റൊരുപാട് സന്ദർഭങ്ങളിൽ നമ്മൾക്ക് എന്നും സ്മരണ നിലനിൽക്കുവാൻ വേണ്ടി ചില സന്ദർഭങ്ങൾ, അതിലൊന്ന് ഒരു സ്ത്രീയുടെ സംഭവം നമ്മളൊക്കെ പഠിച്ചിട്ടുള്ളതാണ്. ഇസ്മായിൽ അലൈഹിസ്സലാമയുടെ ഉമ്മ, ഇസ്മായിൽ അലൈഹിസ്സലാമയെ പ്രസവിച്ച് ആ ചെറിയ കുട്ടി പാൽ കുടിക്കുന്ന പ്രായത്തിലുള്ള ആ സന്ദർഭത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ഇബ്രാഹിം അലൈഹിസ്സലാമയോട് എന്ത് ചെയ്യാണ്, കൽപ്പിക്കുകയാണ്, ഈ ഉമ്മയെയും കുട്ടിയെയും വിജനമായ സ്ഥലത്ത്, മക്കയിൽ, അന്ന് ആ മക്ക വളരെ വിജനമാണ്, ആൾപ്പാർപ്പില്ല, ചെടികളൊന്നുമില്ല, വെള്ളമൊന്നുമില്ല. അങ്ങനത്തെ സ്ഥലത്ത് ഇവർ രണ്ടുപേരും കൊണ്ടു ചെന്നാക്കണം. അള്ളാഹുവിന്റെ കൽപ്പന വന്നു. ഇബ്രാഹിം അലൈഹിസ്സലാം അത് അങ്ങനെ തന്നെ എന്ത് ചെയ്തു, നിർവഹിച്ചു. അവിടെ ചെന്ന് ഒറ്റയ്ക്ക് കൊണ്ടു ചെന്നാക്കിയിട്ട് ഒന്നും മിണ്ടാതെ തിരിച്ചു നടക്കുകയാണ് ഇബ്രാഹിം അലൈഹിസ്സലാം. അപ്പൊ തിരിച്ച് പുറകിൽ നിന്ന് ആര് വിളിക്കുന്നുണ്ട്? ഇസ്മായിൽ അലൈഹിസ്സലാം ഉമ്മ വിളിക്കുന്നുണ്ട്. നിങ്ങൾ എങ്ങോട്ടാ പോകുന്നത്? കുറെ വട്ടം വിളിച്ചിട്ടും ഉത്തരവൊന്നും തിരിച്ചൊന്നും കിട്ടാതാവുമ്പോൾ അവര് ചോദിക്കുന്നത് എന്താണെന്നറിയോ? അല്ലാഹു അമറക ബിഹാദ, നിങ്ങളോട് ഇങ്ങനെ കൽപ്പിച്ചത് അള്ളാഹു ആണെന്ന് ചോദിക്കും. നിങ്ങളോട് ഇങ്ങനെ ചെയ്യാൻ കൽപ്പിച്ചത് അള്ളാഹു ആണെന്നൊരു ചോദ്യം ചോദിക്കും. ഇബ്രാഹിം അലൈഹിസ്സലാം പറയും, ഞാൻ അതെ, അത് മാത്രമേ പറയുള്ളൂ. അപ്പോ ഇസ്മായിൽ അലൈഹിസ്സലാം ഉമ്മ എന്താ പറയാന്നറിയോ? ഇദൻ ലാ യുദയ്യുന അല്ലാഹ്, അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യില്ല, പോയിക്കോളൂ. അള്ളാഹു കൽപ്പിച്ചിട്ടാണ് നിങ്ങൾ ഇങ്ങനെ ചെയ്തതെങ്കിൽ അള്ളാഹു ഞങ്ങൾ എന്ത് ചെയ്യില്ല, പാഴാക്കി കളയുകയില്ല എന്നെന്ത് ചെയ്യാണ് ഇസ്മായിൽ അലൈഹിസ്സലാം ഉമ്മ പറയും. ആ വാക്ക് ചെറിയൊരു വാക്കാണ്. അള്ളാഹു കൽപ്പിച്ചിട്ടാണെങ്കിൽ കുഴപ്പമില്ല, നിങ്ങൾ പോയിക്കോളൂ, അവിടെ ആരുമില്ല. ഭൗതികപരമായിട്ട് നോക്കുകയാണെങ്കിൽ അവിടെ രക്ഷപ്പെടാൻ ഒരു വഴിയില്ല. പ്രദേശത്ത് ഏതെങ്കിലും വ്യക്തികളോ അല്ലെങ്കിൽ വെള്ളം കിട്ടാൻ എന്തെങ്കിലും കിണറുകളോ ഒന്നുമില്ല, അവിടെ ചെടികളോ ഒന്നും, വളരെ മരുപ്രദേശമാണ്, ചൂട് പിടിച്ചൊരു പ്രദേശമാണ്. അങ്ങനെ ഒരു പ്രദേശത്ത് ഒറ്റയ്ക്കായി കൂടെ സഹായിക്കാൻ ആരുമില്ല. അങ്ങോട്ട് സഹായം കിട്ടാൻ അത്യാവശ്യക്കാരനായ ചെറിയൊരു കുട്ടി മാത്രമാണ് കയ്യിലുള്ളത്. എന്നിട്ടും ആ സ്ത്രീ പറയുന്നത് അള്ളാഹ് കൽപ്പിച്ചാണെങ്കിൽ കുഴപ്പമില്ല, അള്ളാഹു എന്ത് ചെയ്യില്ല, പാഴാക്കി കളയൂല ഞങ്ങൾ എന്നാണ് എന്ത് ചെയ്യുന്നത് ഇസ്മായിൽ അലൈഹിസ്സലാം ഉമ്മ പറയുന്നത്. അതിലൊക്കെ നമുക്ക് ഒരുപാട് പാഠങ്ങളുണ്ട്. അള്ളാഹുവിനെ സംബന്ധിച്ച് ഒരു മുസ്ലിം, ഒരു മുഅ്മിൻ ഏത് കുടുങ്ങിപ്പോയ സന്ദർഭത്തിലാണെങ്കിൽ റബ്ബിനെ പറ്റി മോശം ചിന്തിക്കരുത് എന്നുള്ള പാഠം അതൊരുപാട് സന്ദർഭങ്ങളുണ്ട് അല്ലെ. മൂസ അലൈഹിസ്സലാം ബനു ഇസ്രായേലുകാരെയും കൊണ്ട് ഇങ്ങനെ രാത്രിക്ക് രാത്രി നാട് വിടുമ്പോൾ ഫിർഔനും കൂട്ടരും വിവരം അറിഞ്ഞ് പിന്നാലെ പിന്തുടരാണ്. അങ്ങനെ അവസാനം കടലിനടുക്കലേക്ക് എത്തി, വഴി എങ്ങോട്ടും തിരിയാൻ പറ്റാതായി. മുമ്പിൽ കടലും പുറകിൽ ഫിർഔൻ സൈന്യം. അപ്പോ കൂടെ ഉണ്ടായിരുന്ന ബനു ഇസ്രായേൽ പറഞ്ഞത് ഇന്നാ ലമുദ്റഖൂൻ, നമ്മളിതാ പിടിക്കപ്പെട്ടിരിക്കുന്നു. അപ്പൊ മൂസ അലൈഹിസ്സലാം എന്താ പറഞ്ഞത്? കല്ല, ഒരിക്കലുമില്ല. ഇന്ന മഅയ റബ്ബി സയഹ്ദീൻ, എന്റെ കൂടെ എന്റെ റബ്ബുണ്ട്, എന്റെ കൂടെ എന്റെ റബ്ബുണ്ട്, സയഹ്ദീൻ, അവൻ എനിക്ക് വഴി കാണിച്ചു തരും. ആ ഹുസ്നുൽ ദന്ന് നമുക്ക് നമ്മുടെ റബ്ബിനോട് ഏത് സന്ദർഭത്തിലുണ്ടാവണം. റബ്ബിനെ പറ്റി ഒരിക്കലും ഒരു മോശം വിചാരിക്കാന്നുള്ളത് റബ്ബിന്റെ അടിമയ്ക്ക് പാടില്ലാത്തതാണ്. പല സന്ദർഭങ്ങളിലും പല സാഹചര്യങ്ങളിലും പലപ്പോഴും നമ്മളെ റബ്ബിനെ പറ്റി മോശം കരുതുക എന്നുള്ളത് അത് നമ്മുടെ ഭാഗത്ത് നിന്നുണ്ടാവുന്ന വലിയ പോരായ്മയാണ്. നമ്മൾ ആരെപ്പറ്റി നമ്മൾ അടിസ്ഥാനപരമായി മനസ്സിലാക്കേണ്ട കാര്യം അതാണ്. ആരെപ്പറ്റി നമ്മൾ മോശം കരുതിയാലും
റബ്ബിനെ പറ്റി മോശം കരുതാൻ അത്രയും മികവുള്ളവനാണ് അവൻ. നമ്മൾക്ക് ഏറ്റവും എല്ലാം നൽകിയവനും എല്ലാം നമ്മൾ ഏറ്റവും കൂടുതൽ നമുക്ക് ഖൈർ ആഗ്രഹിക്കുന്നവനും നമ്മുടെ ഏറ്റവും അധികം റഹ്മത്തുള്ളവനായ റബ്ബ് സുബ്ഹാനഹു വ തആലയെ സംബന്ധിച്ച് നമ്മൾക്ക് എങ്ങനെയാണ് ഒരു മോശം കരുതാൻ സാധിക്കുക? ഒരിക്കലും അത് ശരിയല്ല, വളരെയധികം മോശപ്പെട്ട കാര്യമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുദ്സിയായ ഹദീസിൽ പറയുന്നത് അന ഇൻദ ദുന്നി അബ്ദി ബി, എൻ്റെ അടിമ എന്നെ പറ്റി എങ്ങനെയാണോ കരുതുന്നത് ഞാൻ അങ്ങനെയായിരിക്കും. ഫല്യദുൻ നബി മാഷാ, അതുകൊണ്ട് അവൻ എന്നെ പറ്റി എങ്ങനെ വേണമെങ്കിൽ കരുതിക്കൊള്ളട്ടെ, അള്ളാഹു സുബ്ഹാനഹു വ തആല പറയാം. അപ്പം അള്ളാഹുവിനെ സംബന്ധിച്ച് വളരെ മോശമായിട്ടുള്ള ചിന്തകൾ കരുതുക എന്നുള്ളത് വളരെ ശക്തമായ മോശം പരിണിത ഫലങ്ങൾ ഉണ്ടാക്കാവുന്ന വലിയൊരു അബദ്ധമാണ്. ഒരിക്കലും ഉണ്ടാവാൻ പാടില്ല. ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം, മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം, അള്ളാഹു സുബ്ഹാനഹു വ തആലയെ സംബന്ധിച്ച് ഒരിക്കലും ഒരു സന്ദർഭത്തിലും മോശം കരുതുക എന്നുള്ളത് പാടില്ലാത്തതല്ല. അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട അദബ് റബ്ബിനോട് പാലിക്കേണ്ടത് അള്ളാഹു സുബ്ഹാനഹു വ തആലയിൽ നിന്ന് നാണിക്കുക എന്നുള്ളതാണ്. ലജ്ജ, ഹയാ എന്നുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈമാനിന്റെ ശാഖകൾ എണ്ണി പറഞ്ഞപ്പോൾ അതിലൊരു ശാഖ, പ്രധാനപ്പെട്ട ഒരു ശാഖയായിട്ട് പറഞ്ഞത് അൽ ഹയാഉ ശുഅബത്തും മിനൽ ഈമാൻ, ലജ്ജ ഈമാനിന്റെ ഒരു ശാഖയാണെന്നാണ് പറഞ്ഞത്. നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ഹദീസിൽ പറയുന്നത് ഇദാ ലം തസ്തഹി ഫസ്ന മാ ശിഅ്ത, നിനക്ക് നാണമില്ലെങ്കിൽ നിനക്ക് തോന്നിയതുപോലെ നീ ചെയ്തോ എന്നൊരു ഹദീസുണ്ട്. എന്നുവെച്ചാൽ നാണമില്ലാത്തവനാണ് എന്ത് ചെയ്യുക? തോന്നിയാസികളാണ്. നാണമില്ലാത്തവനാണ് തോന്നിയാസികൾ. നാണമുള്ള ഒരാൾക്ക് ഒരിക്കലും അവന് തോന്നിയതുപോലെ എല്ലാം ചെയ്യാൻ സാധിക്കില്ല. അവൻ അതിൽ നിന്ന് അവന്റെ നാണം തടയും. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, ഒരാൾക്ക് ആളുകളിൽ നിന്ന് ഒരു നാണം ഇല്ലെങ്കിൽ അവന്റെ വസ്ത്രധാരണം വൃത്തിയുള്ളതാവണമെന്നോ ഒന്നും യാതൊരു നിർബന്ധമില്ല. അവൻ വസ്ത്രം ധരിക്കണം എന്ന് തന്നെ നിർബന്ധമില്ല. ആളുകളിൽ നിന്ന് നാണിക്കുന്നത് കൊണ്ടാണ് അവൻ വസ്ത്രം ധരിക്കുന്നതും ആ വസ്ത്രം നല്ല രൂപത്തിൽ കൊണ്ടു നടക്കുന്നതും അതിൽ അഴുക്ക് പുരണ്ടാൽ ആ വസ്ത്രം വൃത്തിയാക്കുന്നതും മറ്റൊരു വസ്ത്രം ധരിക്കുന്നതൊക്കെ ആളുകളിൽ നിന്ന് അവൻ നാണിക്കുന്നത് കൊണ്ടാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു ഇസ്തഹ്യൂ മിനല്ലാഹി ഹഖ്ഖൽ ഹയാ, അല്ലാഹു സുബ്ഹാനഹു വ തആലയിൽ നിന്ന് നിങ്ങൾ ശരിയായ രൂപത്തിൽ നാണിക്കേണ്ട രൂപത്തിൽ നിങ്ങൾ നാണിക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൽപ്പിച്ചിട്ടുണ്ട്. നമ്മൾ ഏറ്റവും അധികം നാണിക്കാൻ അർഹനായിട്ടുള്ളവൻ അല്ലാഹു സുബ്ഹാനഹു വ തആല. നമ്മൾ ആലോചിച്ച് നോക്കി, നമ്മുടെ അടുക്കൽ നമ്മൾ അങ്ങേയറ്റം ആദരിക്കുന്ന വളരെ വലിയൊരു മഹത് വ്യക്തിത്വം ഉണ്ടെങ്കിൽ നമ്മൾ എന്തെങ്കിലും ഒരു മോശപ്പെട്ട ഹറാമാകണം തന്നെയില്ല, എന്തെങ്കിലും ഒരു കുറച്ചൊരു അദബ് കേടാവുന്ന എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാൻ നമുക്ക് നാണക്കേടാവും. അല്ലാഹു സുബ്ഹാനഹു വ തആലയെ നമ്മൾ അതിനേക്കാൾ നാണിക്കാൻ നമ്മൾ അർഹരാണ്. അല്ലേ? ചില എന്താ പറയാ, പല ആളുകളും അയാൾ ഇസ്തിഖാമത്തിൽ, ഏതൊരു പണ്ഡിതനാണ്, എനിക്ക് പേര് ഓർമ്മയില്ല, അദ്ദേഹം നല്ലൊരവസ്ഥയിലേക്ക് ഇസ്തിഖാമത്തിലേക്ക് വന്ന സന്ദർഭം, അദ്ദേഹത്തിന്റെ ചെറുപ്പകാലഘട്ടത്തിൽ യുവത്വത്തിലെ സന്ദർഭം അദ്ദേഹം വിശദീകരിക്കുന്നുണ്ട്. അദ്ദേഹം വീട്ടുകാരൊക്കെ എന്തോ ഒരു യാത്രയിലോ വിരുന്നിനെന്തിനോ പോയപ്പോൾ എന്തോ ഒരു ഹറാമ് ചെയ്യാൻ വേണ്ടി അദ്ദേഹം വീട്ടിലെ മുറിയും വാതിലേക്ക് അടച്ച് അത് ചെയ്യാൻ ആരംഭിക്കാൻ നിൽക്കുമ്പോൾ എന്ത് ചെയ്തു? വീടിന്റെ വാതിലില് ജനലിൽ പാളിയിൽ എന്തൊരു ഒരു ശബ്ദം കേട്ടു. പെട്ടെന്ന് വീട്ടുകാർ വന്നു എന്ന് വിചാരിച്ച് അദ്ദേഹം ഞെട്ടിയിട്ട് എന്ത് ചെയ്തു? എല്ലാം ഒക്കെ റെഡിയാക്കി പഴയ പോലെ ആക്കി ഒക്കെ ഒളിപ്പിച്ചു വെച്ച് അദ്ദേഹം പോയി വാതിൽ തുറന്നപ്പോൾ വാതിലിന്റെ കമ്പിയിൽ എന്ത് ചെയ്യാണ്? ഒരു പൂച്ച ചാടി കളിക്കുകയാണ്. അപ്പൊ അദ്ദേഹം ആലോചിച്ചു പോയി, എനിക്ക് എൻ്റെ റബ്ബിനോട് ഒരു പൂച്ചയ്ക്ക് കൊടുക്കുന്ന, പൂച്ചയിൽ നിന്ന് ഞാൻ നാണിക്കുന്നത്ര പോലും ഞാൻ എൻ്റെ റബ്ബിൽ നിന്ന് നാണിക്കുന്നില്ലേ എന്ന് അദ്ദേഹം ആലോചിക്കുക. ആ ആലോചനയിൽ നിന്ന് എന്ത് ചെയ്യുന്നു? അദ്ദേഹം പിന്നീട് അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ മാറ്റങ്ങൾ വരുന്നു. അപ്പോൾ വളരെയധികം നമ്മൾക്ക് ഏത് സന്ദർഭത്തിലും ഏത് സാഹചര്യത്തിലും നമ്മുടെ തിന്മകൾ ഏറ്റവും കൂടുതൽ അറിയുകയും നിരീക്ഷിക്കുകയും ചെയ്യുന്ന അല്ലാഹു സുബ്ഹാനഹു വ തആല. നമ്മൾ ആളുകളിൽ നിന്ന് മറച്ചു വെക്കുന്നത് അറിയുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആല. അല്ലാഹു സുബ്ഹാനഹു വ തആല തൊട്ട് നാണിക്കാൻ, അല്ലേ? വൈദാ ഖലൗത ബിരീബത്തിൻ ഫീ ദുൽമത്തിൻ വന്നഫ്സു ദാഇയത്തുൻ ഇല തുഗ്യാനി വസ്തഹി മിൻ നദരില്ലാഹി വഖുല്ലഹ ഇന്നല്ലദീ ഖലഖൽ ളലാമ യറാനി. സലഫുകൾ പാടാറുള്ള വരിയാണ്. നീ രാത്രിയിൽ എന്തെങ്കിലും ഒരു മോശപ്പെട്ട കാര്യമായിട്ട് ഒറ്റയ്ക്കായി കഴിഞ്ഞാൽ നിന്റെ നഫ്സ് ആ കാര്യം ചെയ്യാൻ അങ്ങേയറ്റം പ്രേരിപ്പിക്കുന്നുണ്ടെങ്കിൽ
നീ എന്ത് ചെയ്യാ നഫ്സിനോട് പറയാ, രാത്രിയെ സൃഷ്ടിച്ച റബ്ബ് എന്നെ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ റബ്ബിൽ നിന്ന് എന്ത് ചെയ്യുക, വളരെയധികം ലജ്ജ ഉണ്ടായിരിക്കുക എന്നുള്ളത് നമ്മുടെ ഉള്ളു നന്നാക്കാൻ, നമുക്ക് പുറം നന്നാക്കുക എന്നുള്ളത് വളരെ എളുപ്പമാണ്. ആൾക്കാർ ഇത് കാണുന്നുണ്ട്, പരിഗണിക്കുന്നുണ്ട്, അതിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ വിലയിരുത്തുന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് നമ്മുടെ പുറം, സംസാരം, പെരുമാറ്റം ഇതൊക്കെ നമ്മൾ നന്നാക്കിയെടുക്കാൻ വളരെ എളുപ്പമാണ്. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ഖിയാറുക്കും ലിനിസായിക്കും. വളരെ ശ്രദ്ധിക്കേണ്ട ഹദീസാണ്. ഖിയാറുക്കും ലിനിസായിക്കും, നിങ്ങളിലെ ഏറ്റവും നല്ല വ്യക്തികൾ നിങ്ങളുടെ ഭാര്യമാരുടെ ഏറ്റവും നല്ല രൂപത്തിൽ വർത്തിക്കുന്നവരാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാനുള്ള കാരണം അതാണ്. നാട്ടുകാരുടെ ഏറ്റവും നല്ല രൂപത്തിൽ വർത്തിക്കാൻ ഏതൊരാൾക്കും പറ്റും. നല്ല രൂപത്തിൽ പെരുമാറുക, നല്ല സംസാരങ്ങൾ സംസാരിക്കുക, നല്ല ഭാഷകൾ ഉപയോഗിക്കുക, നല്ല പെരുമാറ്റം, നല്ല രൂപത്തിൽ പ്രതികരിക്കുക, ഇതൊക്കെ ഏതൊരാൾക്കും പറ്റും. എന്നാൽ ആരും കാണാതെ, ആരും ചോദിക്കാനില്ലാത്ത, നമ്മളും നമ്മുടെ കുടുംബാംഗങ്ങളും, വേറെ ആരുമില്ല, മറ്റൊരാളത് അറിയുന്നില്ല, അങ്ങനത്തെ സാഹചര്യത്തിൽ നമ്മൾക്ക് നല്ല രൂപത്തിൽ പെരുമാറാൻ സാധിക്കണമെങ്കിൽ അത് റബ്ബിനെ സംബന്ധിച്ചുള്ള ഹയാ, ലജ്ജ, അത് ഉള്ളവർക്ക് കഴിയുള്ളൂ. അപ്പോൾ വളരെയധികം നമ്മൾ റബ്ബിനെ കണക്കാക്കേണ്ടതുപോലെ കണക്കാക്കാതിരിക്കുമ്പോൾ നമ്മൾ നഷ്ടപ്പെട്ടു പോകുന്ന വളരെ വലിയൊരു ഗുണമാണ്, അദബാണ്. റബ്ബിൽ നിന്ന് ലജ്ജിക്കാതിരിക്കുക, നാണിക്കാതിരിക്കുക. റബ്ബ് കണ്ടാൽ നമുക്ക് കുഴപ്പമില്ല, ആര് കണ്ടാൽ, നാട്ടുകാർ കണ്ടാൽ നമുക്ക് പ്രശ്നമാണ്, കുടുംബക്കാരറിഞ്ഞാൽ പ്രശ്നമാണ്. റബ്ബ് കണ്ട പ്രശ്നമല്ല, നാട്ടുകാരറിഞ്ഞാൽ ആരേ പ്രശ്നമുള്ളൂ. അങ്ങനത്തെ ഒരു അവസ്ഥ നമുക്ക് വരുന്നത് നമുക്ക് റബ്ബിൽ നിന്ന് ആ ലജ്ജ നഷ്ടപ്പെട്ടു പോകുന്നുണ്ടാണ്. ഇപ്പൊ ഉദാഹരണത്തിന് നമ്മുടെ വസ്ത്രത്തിൽ ഒരു കറ, ആ കറയുമായിട്ട് നമ്മൾ പുറത്തേക്ക് ഇറങ്ങുന്നത് നമുക്ക് നാണക്കേടാണ്. ആ കറ മറ്റുള്ളവർ കാണുന്നതിൽ നമ്മൾ ലജ്ജിക്കുക, നാണക്കേട് ഉണ്ടാവണം. എന്നാൽ അതേസമയം നമ്മുടെ കൽബിലുള്ള പല കറകളും അള്ളാഹു സുബ്ഹാനഹു വ തആല അത് കാണുന്നുണ്ട് നമുക്ക് അറിഞ്ഞിട്ടും നമ്മൾക്കത് റബ്ബ് കാണുന്നതിൽ യാതൊരു നാണക്കേട് ഉണ്ടാക്കുന്നില്ലെങ്കിൽ നമ്മൾക്ക് ആരാണ് വലുത്, റബ്ബോ നാട്ടുകാരോ? നമ്മൾ വളരെ ശ്രദ്ധിക്കണം. ഗൗരവമുള്ള വിഷയമാണ്. നാട്ടുകാരെക്കാളും മറ്റാരേക്കാളും നമ്മൾ ലജ്ജിക്കാൻ ഏറ്റവും അധികം അർഹൻ നമ്മുടെ റബ്ബാണ്. പിന്നെ ചില കാര്യങ്ങൾ നമ്മൾ അടിസ്ഥാനപരമായി മനസ്സിലാക്കിയിരിക്കേണ്ട ചില കാര്യങ്ങൾ, അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹക്കുകളിൽ പല പണ്ഡിതന്മാരും സൂചിപ്പിക്കുന്ന ഒരു കാര്യമാണ്. അതായത് അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ഖുർആനെ സംബന്ധിച്ച് നമുക്കൊക്കെ അറിയാം. നമ്മൾ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ വിശ്വാസമാണ് ഖുർആൻ അള്ളാഹുവിന്റെ കലാമാണ് എന്നുള്ളത്. ഖുർആൻ അള്ളാഹുവിന്റെ കലാമാണ്, സംസാരമാണ് എന്നുള്ളത്. അള്ളാഹു സംസാരിക്കും. അള്ളാഹു സംസാരിക്കുന്നു പറയുമ്പോൾ ഒരിക്കലും ഏതെങ്കിലും സൃഷ്ടികൾ സംസാരിക്കുന്നതുമായിട്ട് നമ്മൾ മനസ്സിൽ ചിന്തിക്കാതിരുന്നാൽ മതി. അത് ചിന്തിക്കാൻ പാടില്ല. അതുമായിട്ട് അതിനെന്ത് ചെയ്യരുത്, റബ്ബിന്റെ സംസാരത്തെ കണക്ട് ചെയ്യരുത്, കമ്പയർ ചെയ്യരുത്. മറിച്ച് അള്ളാഹുവിന്റെ മഹത്വത്തിനും യോജിക്കുന്ന രൂപത്തിൽ എന്ത് ചെയ്യും, ഉന്നതിക്കും യോജിക്കുന്ന രൂപത്തിൽ അള്ളാഹു സംസാരിക്കും. അള്ളാഹു സംസാരിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. ആ സംസാരങ്ങളിൽപ്പെട്ട സംസാരമാണ് ഖുർആൻ എന്നുള്ളത്. നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾക്ക് നമ്മുടെ റബ്ബിനോട് എത്രയധികം ഇഷ്ടമുണ്ട് എന്നത് മനസ്സിലാക്കാനുള്ള ഒരു വഴിയാണ്, ഒരു അടയാളമാണെന്ത്, നമ്മൾ റബ്ബിന്റെ സംസാരത്തെ എത്രയധികം എന്ത് ചെയ്യുന്നുണ്ട്, പരിഗണിക്കുന്നുണ്ട് എന്നുള്ളത്. അള്ളാഹുവിന്റെ സംസാരവും പടപ്പുകളുടെ സംസാരവും തമ്മിലുള്ള വ്യത്യാസം, അള്ളാഹുവും പടപ്പുകളും തമ്മിലുള്ള വ്യത്യാസമാണ്. രണ്ടും ഒരിക്കലും ഒരുപോലെ ആവൂല. പക്ഷെ നമുക്ക് പലപ്പോഴും പടപ്പുകളുടെ സംസാരം കേൾക്കാൻ നമുക്ക് പലപ്പോഴും പലരോട് സംസാരിച്ചാൽ മതിയാവൂല. ചിലരോട് എത്ര നേരം അവരുടെ സംസാരം എത്ര കേട്ടാൽ നമുക്ക് അതൊരിക്കലും ഒരു മടുപ്പേ ഉണ്ടാക്കാത്ത ചില സംസാരങ്ങളുണ്ട്. പക്ഷെ നമ്മുടെ റബ്ബിന്റെ സംസാരം, അള്ളാഹു സുബ്ഹാനഹു വ തആല സംസാരമായ ഖുർആൻ നമുക്ക് കേൾക്കുമ്പോൾ, അത് പഠിക്കുമ്പോൾ, അത് വായിക്കുമ്പോൾ നമുക്കതിൽ എന്ത് ചെയ്യുന്നില്ല, നമ്മുടെ കൽബിന് ഒരു റാഹത്ത് അതിലൂടെ കിട്ടുന്നില്ലെങ്കിൽ, പണ്ഡിതന്മാർ പറയാറുണ്ട്, അങ്ങനെ നിന്റെ ഖുർആൻ അള്ളാഹുവിന്റെ കലാമ് വായിക്കുമ്പോൾ നിന്റെ കൽബിന് റാഹത്ത് കിട്ടുന്നില്ലെങ്കിൽ നീ മനസ്സിലാക്കിക്കൊള്ളുക, നിനക്ക് കൽബില്ല.
നിനക്കെന്തില്ല? കൽബില്ല. നീ ഒരു കൽബിൽ അന്വേഷിച്ചുകൊള്ളാൻ പണ്ഡിതന്മാർ പറയാറുണ്ട്. എന്ന് വെച്ചാൽ ആ സന്ദർഭത്തിലും നിനക്ക് നിന്റെ കൽബിന് യാതൊരു മാറ്റം വരുന്നില്ലെങ്കിൽ അതുകൊണ്ട് ഉണ്ടാവേണ്ട എന്താ പറയാ വ്യത്യാസങ്ങൾ, പ്രതികരണങ്ങൾ, നമ്മുടെ വികാരങ്ങൾ അതിലൂടെ മാറ്റങ്ങൾ എങ്ങനെ കടന്നു വരുന്നില്ലെങ്കിൽ, നമ്മുടെ ഹൃദയത്തിൽ ഒരുപാട് വ്യത്യാസങ്ങൾ അതുകൊണ്ട് ഉണ്ടാവുന്നില്ലെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കുക, നമ്മുടെ ഹൃദയത്തിന് എന്തോ കാര്യമായി തകരാറുണ്ട്. അല്ലേ? അല്ലാഹു സുബ്ഹാനഹു വ തആല ലൗ അൻസൽനാ ഹാദൽ ഖുർആന അലാ ജബലിൻ ലറഅയ്തഹു ഖാശിഅൻ മുതസദ്ദിഅൻ മിൻ ഖശിയത്തില്ലാ. ഈ ഖുർആൻ എങ്ങാനും നാം ഒരു പർവ്വതത്തിന്റെ മേൽ അവതരിപ്പിച്ചിരുന്നെങ്കിൽ ആ പർവ്വതം അള്ളാഹുവിനോടുള്ള ഖശിയത്ത് കാരണത്താൽ, ഭയം കാരണത്താൽ അത് പൊട്ടിത്തകർന്നു പോകുന്നത് നീ കണ്ടേനെ എന്ന് പറയാം. ഒരു കല്ലിലേക്ക് ഈ ഖുർആൻ ഇറങ്ങുമ്പോൾ ആ കല്ല് പൊട്ടിപ്പൊളിഞ്ഞു പോകുന്നുണ്ട്. നമ്മുടെ ഹൃദയത്തിലേക്ക് ഖുർആൻ ഇറങ്ങുമ്പോൾ ഈ ഹൃദയത്തിന് യാതൊരു മാറ്റവും വരുന്നില്ല. ഈ പർവ്വതത്തേക്കാൾ കടുത്തു പോയോ നമ്മുടെ ഹൃദയം? നമ്മൾ ആലോചിക്കേണ്ട വിഷയമാണ്. നമുക്ക് ഖുർആൻ കേൾക്കുമ്പോഴോ അത് പഠിക്കുമ്പോഴോ വായിക്കുമ്പോഴോ യാതൊരു വ്യത്യാസമില്ല. ഖുർആൻ കേൾക്കുമ്പോഴും അത് ഓതുമ്പോഴും പാരായണം ചെയ്യുമ്പോഴും അല്ലേ? സ്വഹാബത്തിന്റെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അവസ്ഥ എങ്ങനെയായിരുന്നു? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സംബന്ധിച്ച് സ്വഹാബികൾ പറയാറുണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കാരം എങ്ങനെയാണ്? ഒരു പാത്രത്തിൽ വെള്ളമിട്ട് ചൂടാക്കുമ്പോൾ ഒരു ശബ്ദം വരും. ഈ ശബ്ദം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കരിക്കുമ്പോൾ പുറകിൽ നിൽക്കുന്ന സ്വഹാബത്ത് കേൾക്കാറുണ്ട്. എന്താ ശബ്ദം? അതായത് ഒരാൾക്ക് കരച്ചിൽ വന്നിട്ട് ആ കരച്ചിൽ അങ്ങേയറ്റം എത്തി, പക്ഷെ അത് കടിച്ചു പിടിച്ച് കരച്ചിൽ പുറത്തേക്ക് വരാതെ ഒരാൾ ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ ഈ ശബ്ദം വരും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖുർആൻ പാരായണം അങ്ങനെയാണ് അല്ലേ? നമ്മളൊക്കെ കേട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മരണത്തിന്റെ അവസാന സന്ദർഭത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്യാണ്? ജമാഅത്ത് നിസ്കാരത്തിന് പോലും പങ്കെടുക്കാൻ പറ്റാത്തത്രയും വയ്യാതായപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബോധം വന്ന സമയത്ത് ആയിഷ റളിയല്ലാഹു അൻഹ പറയണത്, മുറു അബൂബക്കറിൻ ഫൽയുസല്ലി ബിന്നാസ്, അബൂബക്കറിനോട് ജനങ്ങൾക്ക് ഇമാമായി നിസ്കരിക്കാൻ കൽപ്പിക്കാൻ പറയാം. സ്വന്തം മകളോട് ഉപ്പാനോട് ആയിഷ റളിയല്ലാഹു അൻഹ അബൂബക്കറിനോട് ഇമാമായി നിസ്കരിക്കാൻ വേണ്ടി കൽപ്പിക്കുമ്പോൾ ആയിഷ റളിയല്ലാഹു തിരിച്ചു പറഞ്ഞ മറുപടി എന്താ? അബൂബക്കർ വേണ്ട, ഉമർ ബിൻ ഖത്താബ് മതി. അബൂബക്കർ വേണ്ട, ഉമർ ബിൻ ഖത്താബ് മതി. എന്താ കാരണം? അബൂബക്കർ ഇമാമെന്നാൽ ജനങ്ങള് ഓത്ത് കേൾക്കൂല, കരച്ചില് കേൾക്കുള്ളൂ. ജനങ്ങള് അബൂബക്കറിന്റെ കരച്ചില് കാരണം ഓത്ത് കേൾക്കാൻ പറ്റാത്ത രൂപത്തിലേക്കാകും എന്നെന്ത് ചെയ്യാം? അത് അങ്ങനെയാണ്. ഖുർആൻ അന്നത്തെ അതേ ഖുർആൻ തന്നെയാണ് ഇപ്പോഴുള്ള ഖുർആനും. പക്ഷെ വ്യത്യാസം അത് പാരായണം ചെയ്യപ്പെടുന്ന ആളുകളുടെ ഹൃദയത്തിലാണ്. അപ്പോൾ നമ്മൾക്ക് ആ ഒരു തരത്തിൽ ഖുർആനുമായിട്ടുള്ള ബന്ധം നമ്മൾക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഏറ്റവും ആദ്യം ചിന്തിക്കേണ്ടത് ഈ ഖുർആൻ എൻ്റെ റബ്ബിന്റെ സംസാരമാണ്, എന്നോട് എൻ്റെ റബ്ബ് സംസാരിക്കുകയാണ് ഈ ഖുർആനിലൂടെ എന്നുള്ള ബോധ്യം നമ്മൾ ഏറ്റവും ആദ്യം ഉണ്ടാക്കിയെടുക്കണം. ആ ഒരു മനോഭാവത്തിലൂടെ തന്നെ നമ്മൾക്ക് ഖുർആനെ സമീപിക്കാൻ സാധിക്കും. ഓരോ ആയത്തുകൾ വായിക്കുമ്പോൾ എൻ്റെ റബ്ബ് എന്നോട് എന്താണ് ഈ ആയത്തിലൂടെ പറയുന്നത് നമ്മൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ഇങ്ങനെ വായിച്ചു പോവാണ്. അങ്ങനെ വായിച്ചു പോകുന്നതിൽ പ്രതിഫലം ഇല്ല എന്നല്ല, മറിച്ച് നമ്മൾക്ക് നമ്മുടെ റബ്ബ് നമ്മളോട് എന്തോ സംസാരിക്കുന്നുണ്ട്. ആ സംസാരം നമ്മൾ മനസ്സിലായിട്ടില്ലെങ്കിൽ നമ്മൾ ഇങ്ങനെ കടന്നു പോകുന്നതിൽ എന്താ അർത്ഥമുള്ളത്? വളരെയധികം ഗൗരവമുള്ള വിഷയമാണ് ഖുർആന്റെ വിഷയം. ഇന്ന ഖൗമി ഇത്തഖദു ഹാദൽ ഖുർആന മഹ്ജൂറ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്യും? നമ്മുടെ ഖൗമിനെ സംബന്ധിച്ച്, ഈ ഉമ്മത്തിനെ സംബന്ധിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിനോട് പരാതി പറയും അത്രയും ഗൗരവപ്പെട്ട വിഷയമാണ് ഖുർആന്റെ വിഷയം. ഖുർആൻ എന്നുള്ളത് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കലാമാണ് എന്നുള്ള ബോധ്യത്തോടുകൂടെ അതിനെ അതിൻ്റെതായ രൂപത്തിൽ നമ്മൾ കൊണ്ടു നടക്കാൻ. സാന്ദർഭിക ഒരു കാര്യം സൂചിപ്പിക്കാനുള്ളത്, ഇപ്പൊ ഖുർആൻ പഠിക്കുന്ന കുട്ടികളൊക്കെ ഉണ്ട്. നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾ വേറെന്ത് പഠിക്കുന്ന ആളുകളെ പോലെയല്ല ഖുർആൻ പഠിക്കുന്ന ആൾ. വേറെന്ത് പഠിക്കുന്ന ആളുകളെ പോലെ ആകാനും പാടില്ല ഖുർആൻ പഠിക്കുന്ന ആൾ. ബാക്കിയുള്ള ആളുകൾ സംസാരിക്കുന്ന പോലെ ഖുർആൻ പഠിക്കുന്ന ആളുകൾ സംസാരിക്കൂല. ബാക്കിയുള്ള ആളുകൾ സമയം കളയുന്ന പോലെ ഖുർആൻ പഠിക്കുന്ന ആളുകൾ സമയം കളയൂല. ബാക്കിയുള്ള ആളുകളുടെ ഇബാദത്തുകൾ പോലെ ആയിരിക്കില്ല ഖുർആൻ പഠിക്കുന്ന കുട്ടികളുടെ ഇബാദത്തുകൾ. ഒന്നും സമാവൂല.
ഖുൽ ഹൽ യസ്തവി അല്ലദീന യഅലമൂന വല്ലദീന ലാ, ഒരിക്കലും സമാവൂല. രണ്ടും ഒരുപോലെ ആവുകയില്ല. രണ്ട് തരത്തിലാണ്. പക്ഷേ നമ്മുടെ പ്രവർത്തനങ്ങൾ ഖുർആൻ പഠിക്കാത്ത ഒരാളുടെ പ്രവർത്തനം പോലെ ആകുന്നുണ്ടെങ്കിൽ നമ്മുടെ കുറവാണത്, നമ്മുടെ പോരായ്മയാണ്. ഒരിക്കലും അങ്ങനെ ഉണ്ടാവാൻ പാടില്ല. അവന്റെ ഖുർആൻ പഠിക്കാത്ത ഒരാളുടെ പെരുമാറ്റവും ഖുർആൻ പഠിച്ച ഒരാളുടെ പെരുമാറ്റവും ഒരുപോലെ ആകാന്ന് പറഞ്ഞാൽ അത് അത്രയും നാണക്കേടാണ്. സലഫുകൾ പറയാറുണ്ട്, ഞങ്ങളുടെ കൂട്ടത്തിൽ ഒരാൾ ദീൻ പഠിക്കാൻ തുടങ്ങി, അവൻ ഖുർആൻ പഠിച്ചു കഴിയുമ്പോഴേക്കും അവനിൽ ആ മാറ്റം പ്രകടമാവും, കാണും പ്രത്യക്ഷമായി തന്നെ. അപ്പൊ ആ രൂപത്തിൽ നമ്മൾ എന്ത് ചെയ്യണം? ഖുർആൻ എന്നുള്ളത് വളരെയധികം ഗൗരവത്തോടുകൂടി അതിൻ്റെതായ മഹത്വത്തിൽ നമ്മൾ അതിനെടുക്കാൻ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ ഒരു കാര്യം കൂടി പറഞ്ഞിട്ട് എന്ത് ചെയ്യണം? അവസാനിപ്പിക്കണം. നമുക്ക് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. അള്ളാഹു സുബ്ഹാനഹു സംബന്ധിച്ചുള്ള അദബുകൾ അതെത്ര നമ്മൾ പറഞ്ഞാലും വിശദീകരിച്ചാലും അത് ഒരിക്കലും തികയില്ല. ഒരിക്കലും നമ്മുടെ വാക്കുകൾ കൊണ്ട് വർണ്ണിക്കുവാനോ വിശദീകരിക്കുവാനോ നമുക്ക് സാധിക്കൂല. എങ്കിലും ചില കാര്യങ്ങൾ വളരെ പ്രധാനപ്പെട്ട് സൂചിപ്പിക്കുകയാണ്. അതിൻ്റെ കൂട്ടത്തിൽ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ അള്ളാഹു സുബ്ഹാനഹു വ തആലയെ സംബന്ധിച്ച് മറ്റുള്ള ആളുകൾക്ക് റബ്ബിൽ നിന്ന് അകറ്റുന്ന ഒരു പ്രവണത ഒരിക്കലും നമ്മുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാവാൻ പാടില്ല. പരമാവധി ആളുകളെ റബ്ബിലേക്ക് അടുപ്പിക്കുന്ന തരത്തിലുള്ള പെരുമാറ്റങ്ങളും സംസാരങ്ങളും അത് നമ്മുടെ പഠിപ്പിക്കലുകളാണെങ്കിലും എല്ലാം അങ്ങനെ തന്നെ ആയിരിക്കാൻ ശ്രദ്ധിക്കേണ്ടത്. പരമാവധി ആളുകളെ റബ്ബിനോട് ഇഷ്ടമുണ്ടാക്കിപ്പിക്കുന്ന, റബ്ബിലേക്ക് അടുപ്പിക്കുന്ന അങ്ങനത്തെ പ്രവണതകളും പെരുമാറ്റങ്ങളും മാത്രമേ നമ്മുടെ അടുക്കൽ നിന്നുണ്ടാവാൻ പാടുള്ളൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തിനോട് പറഞ്ഞു, ഇന്ന മിൻകും മുനഫിരീൻ, നിങ്ങളിൽ ചില ആളുകളെ അകറ്റിക്കളയുന്ന ചില ആൾ അതുപോലെ ആകാൻ പാടില്ല. മറിച്ച് നമ്മൾ അള്ളാഹു സുബ്ഹാനഹു വ തആലയിലേക്ക് അവനോട് കൂടുതൽ ഇഷ്ടം തോന്നിപ്പിക്കുന്ന അല്ലെങ്കിൽ അവനിലേക്ക് കൂടുതൽ അടുക്കാൻ പ്രേരിപ്പിക്കുന്ന കാര്യങ്ങൾ നമ്മൾ എപ്പോഴും ജനങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുത്തുകൊണ്ടിരിക്കണം, അല്ലെ? ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വഹാബത്ത് എന്തോ കാര്യങ്ങൾ പറഞ്ഞ് കുറച്ചെന്തോ കളിതമാശയിൽ ഏർപ്പെട്ടു. പള്ളിയിൽ തന്നെയാണെന്ന് എൻ്റെ ഓർമ്മ. അങ്ങനെ കുറച്ചങ്ങനെ കളിതമാശയിലായിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ആ സന്ദർഭത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്യാണ്? സ്വഹാബത്തിനിടയിലേക്ക് ഇറങ്ങി വരികയാണ്. അപ്പൊ ഇവർ ഈ കളിതമാശകൾ മറ്റൊക്കെയായിട്ട് ഇരിക്കുന്നത് കണ്ടപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വഹാബത്തിനോട് പറഞ്ഞു, ലൗ തഅലമൂന മാ അഅലം ലളഹിഖ്തും ഖലീലൻ വലബകൈതും കസീറ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, എനിക്കറിയുന്നത് നിങ്ങൾക്കറിയുമായിരുന്നെങ്കിൽ വളരെ കുറച്ചു മാത്രം നിങ്ങൾ ചിരിക്കുകയും വളരെ കൂടുതൽ നിങ്ങൾ കരയുകയും ചെയ്യുമായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്. അത് പറയുന്ന സത്യാവസ്ഥ തന്നെയാണ്. പക്ഷേ ഇത് അള്ളാഹു സുബ്ഹാനഹു വ തആല അതിൻ്റെ അപ്പം തന്നെ എന്ത് ചെയ്യാണ്? ചില റിവായത്തുകൾ അതിന് തുടർച്ചയായിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല അപ്പം തന്നെ എന്ത് ചെയ്യാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് വഹി അവതരിപ്പിക്കുകയാണ്. എന്തിനാണ് എൻ്റെ അടിമകളെ നിരാശപ്പെടുത്തുന്നത്, എന്തിനാണ് ഇങ്ങനെ പേടിപ്പിക്കുന്ന, എന്തിനാണ് എന്ന് പറഞ്ഞുകൊണ്ട് അവരെന്ത് ചെയ്യാൻ പറയാണ്? ആശ്വസിപ്പിക്കാൻ അള്ളാഹു സുബ്ഹാനഹു വ തആല കൽപ്പിക്കുകയാണ്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സദ്ദിദു വഖാരിബു, നിങ്ങൾ നല്ല രൂപത്തിൽ നിലകൊള്ളുക, പരമാവധി കുറ്റമറ്റതാക്കാൻ കഴിവിന്റെ പരമാവധി പരിശ്രമിക്കുകയും ചെയ്യുക എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സഹാബത്തിനോട് കൽപ്പിക്കുന്നു. വെച്ചാൽ പരമാവധി നമ്മൾ റബ്ബിലേക്ക് ആളുകളെ ഇഷ്ടപ്പെടുത്താൻ, പരമാവധി അകറ്റിപ്പിക്കാൻ, അല്ലെങ്കിൽ റബ്ബിൽ നിന്ന് അകന്നു നിൽക്കാൻ പ്രേരിപ്പിക്കുന്ന സംസാരങ്ങളും പെരുമാറ്റങ്ങളും ഒരിക്കലും, അല്ലേ? നിങ്ങൾക്കറിയാം, ബനു ഇസ്രായേലുകാരിൽപ്പെട്ട ഒരു വ്യക്തി 99 പേരെ കൊന്നു കളഞ്ഞ വ്യക്തി, ആ വ്യക്തിയുടെ സംഭവം നിങ്ങൾക്കറിയാം. ആ വ്യക്തി എനിക്ക് എന്തെങ്കിലും തൗബയുണ്ടോ എന്ന് അറിയാൻ വേണ്ടി ആദ്യം ചെന്ന് ചോദിക്കുന്നത് ഇൽമുള്ളൊരു വ്യക്തിയുടെ അടുക്കലേക്കല്ല. ആദ്യം നാട്ടുകാർക്ക് അയാൾ ഇൽമുണ്ടെന്ന് വിചാരിച്ചു, അയാൾ കാണിച്ചു കൊടുത്തു. പക്ഷെ അയാൾ ഇൽമുണ്ടായിരുന്നു. ആ വ്യക്തി ഇയാളോട് ചോദിക്കുന്നത് എന്താ? നിനക്ക് അള്ളാഹ് അങ്ങനെ പുറത്തു തരാനാണ്, നീ എത്ര പേരെ കൊന്നു കളഞ്ഞു, എത്ര പേര് ദുഷ്ടനാണെന്നൊക്കെ പറഞ്ഞ അയാൾ എന്ത് ചെയ്യാം? നിരാശപ്പെടുത്തുകയാണ്. അങ്ങനെയുള്ള നിരാശയുടെ സംസാരങ്ങൾ ഒരിക്കലും ഉണ്ടാകാൻ പാടില്ല. അത് അള്ളാഹുവിനെ അറിഞ്ഞ ഒരാൾ ഒരിക്കലും ചെയ്യുകയില്ല. അതേസമയം ഇയാൾ പിന്നീട് രണ്ടാമത് കണ്ടുമുട്ടുന്ന യഥാർത്ഥ പണ്ഡിതൻ, അദ്ദേഹം എന്താ ചോദിച്ചത്? നിനക്കും തൗബയ്ക്കുമിടയിൽ ആരാണ് മറയിട്ടതെന്ന് ചോദിച്ചത്. നിനക്കും തൗബയ്ക്കുമിടയിൽ ആരാണ് മറയിട്ടത് എന്നെന്ത് ചെയ്യാണ്? ആ രണ്ടാമത് യഥാർത്ഥ പണ്ഡിതൻ, അറിവുള്ള വ്യക്തി ആ വ്യക്തിയോട് ചോദിക്കുകയാണ്. അദ്ദേഹത്തെ റബ്ബിലേക്ക് അടുപ്പിക്കുകയാണ്, റബ്ബിലേക്ക് ഇഷ്ടം തോന്നിപ്പിക്കുകയാണ്. അങ്ങനെ ആ രൂപത്തിൽ നമ്മൾ എന്ത് ചെയ്യേണ്ടതുണ്ട്? അത് നമ്മുടെ മക്കളുടെ വിഷയത്തിനാണെങ്കിലും
കുടുംബക്കാരുടെ വിഷയത്തിലാണെങ്കിലും നമ്മൾ പരമാവധി റബ്ബിനെ ഇഷ്ടപ്പെടുത്തുന്ന തരത്തിൽ റബ്ബിലേക്ക് ഏറ്റവും കൂടുതൽ റബ്ബിനെ ഇഷ്ടപ്പെടാൻ നമ്മുടെ മക്കൾക്ക് സാധിക്കുന്ന രൂപത്തിൽ നമ്മൾ എന്ത് ചെയ്യും, റബ്ബിനെ സംബന്ധിച്ച പല കാര്യങ്ങളും മക്കൾക്ക് പഠിപ്പിച്ചു കൊടുക്കേണ്ടതുണ്ട്, പറഞ്ഞു കൊടുക്കേണ്ടതുണ്ട്. നമ്മുടെ മക്കളുടെ ഹൃദയങ്ങളിൽ റബ്ബിനുള്ള ഇഷ്ടം നമ്മൾ നിറയ്ക്കുക, നമ്മുടെ ബാധ്യതയാണ്. റബ്ബിനെ സംബന്ധിച്ചും അവന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സംബന്ധിച്ചും അബൂബക്കർ റളിയല്ലാഹു സംബന്ധിച്ചും അല്ലെ സലഫുൽ താബിഈങ്ങൾ പറയാറുണ്ട്, ഞങ്ങൾ സൂറത്ത് പഠിപ്പിച്ചു കൊടുക്കുന്ന പോലെ എന്ത് ചെയ്യാറ് ഞങ്ങളുടെ മക്കൾക്ക് അബൂബക്കറിനോടും ഉമറിനോടുള്ള ഇഷ്ടം പഠിപ്പിച്ചു കൊടുക്കുക. അത് പഠിപ്പിച്ചു കൊടുക്കണം. സ്വാഭാവികമായിട്ട് ഫിത്രത്തിൽ ഉണ്ടാകും, അത് വേറെ വിഷയം. പക്ഷെ അതിന്റെ കൂടെ നമ്മൾ എന്ത് ചെയ്യേണ്ടതുണ്ട്, മാതാപിതാക്കൾ എന്ന നിലയ്ക്ക് നമ്മുടെ ബാധ്യത പൂർത്തീകരിക്കാന്നുള്ള നിലയ്ക്ക് ഇത്തരം കാര്യങ്ങൾ നമ്മുടെ മക്കളുടെ ഹൃദയത്തിൽ വളർത്തിയെടുക്കാൻ ചെറുപ്പം മുതലേ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. പിന്നെ ഒരു വിഷയം, അല്ലാഹു സുബ്ഹാനഹു വ തആലയെ പരമാവധി മനസ്സിലാക്കാൻ, അവനെ അടുത്തറിയാൻ നമ്മൾ ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. അതുകൂടി പറഞ്ഞിട്ട് അവസാനിപ്പിക്കാം. നമുക്ക് നമ്മുടെ റബ്ബിനെ എല്ലാത്തിനേക്കാളും അറിയാൻ നമ്മൾക്ക് ആഗ്രഹം, ആ ഒരു ആഗ്രഹം നമുക്ക് ഇല്ലാത്ത എന്തുകൊണ്ടാണ്? നമ്മൾ ആലോചിച്ച് നോക്കി, ഈ ദുനിയാവിൽ നമ്മൾ എന്തെല്ലാം നന്മകൾ കാണുന്നുണ്ടോ, നല്ല നല്ല സിഫത്തുകൾ കാണുന്നുണ്ടോ, ആ സിഫത്തുകളൊക്കെ അതിന് കൊടുത്തത് അള്ളാഹുവാണ്. നമ്മൾ ഭംഗിയുള്ള എന്തെല്ലാം കാര്യങ്ങൾ, അത് സ്ഥലങ്ങളായിക്കോട്ടെ, വ്യക്തികളായിക്കോട്ടെ, ജീവികളായിക്കോട്ടെ, ചെടികൾ, എന്തൊരു കാര്യമായിക്കോട്ടെ, ഭംഗിയുള്ളതിനെല്ലാം ഭംഗി കൊടുത്ത റബ്ബ് സുബ്ഹാനഹു വ തആലയ്ക്ക് എത്ര ഭംഗിയുണ്ടാവും നമ്മൾ ചിന്തിച്ചു നോക്കണം, ആലോചിച്ചു നോക്കണം. അതുപോലെ തന്നെ ശക്തിയുള്ള പല കാര്യങ്ങളുണ്ട് ഇല്ലേ, ഇപ്പൊ കോൺക്രീറ്റ്, അതുപോലെ തന്നെ ജീവികളാണെങ്കിൽ പലതരത്തിൽ. ഇതിനൊക്കെ ഈ ശക്തിയുള്ള കാര്യത്തിനെല്ലാം ശക്തി കൊടുത്ത അല്ലാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് എത്ര ശക്തി ഉണ്ടാവും. അതുപോലെ തന്നെ അറിവ്, കഴിവ്, എന്തൊരു നല്ല ഗുണം എടുത്തു നോക്കിയാലും ആ നല്ല ഗുണങ്ങളെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയതാണ്. അതിന്റെ എല്ലാം റബ്ബ് അല്ലാഹു സുബ്ഹാനഹു വ തആല. അങ്ങനെയെങ്കിൽ ആ റബ്ബ് എങ്ങനെയുള്ളവനായിരിക്കും നമ്മൾ ചിന്തിക്കണം. ആ റബ്ബിനെ അറിയാൻ നമുക്ക് എന്തുകൊണ്ടാണ് ഒരു ആഗ്രഹം, ഷൗക്ക് ഇല്ലാത്ത എന്തുകൊണ്ടാണ്? അത് നമ്മൾ റബ്ബിനോട് ചോദിക്കണം. നമുക്ക് ആ ആഗ്രഹം ഇല്ലെങ്കിൽ, ആരാണോ അള്ളാഹുവിനെ കണ്ടുമുട്ടാൻ ഇഷ്ടപ്പെടുന്നത്, ആഗ്രഹിക്കുന്നത്, അവനെ കണ്ടുമുട്ടാൻ അള്ളാഹും ആഗ്രഹിക്കും, ഇഷ്ടപ്പെടും. ഈ ഒരു ഷൗക്ക് കിട്ടാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നിസ്കാരത്തിൽ പോലും പ്രാർത്ഥിക്കാറുണ്ട്. അസ്അലുക ലദ്ദത്തൻ നളരി ഇലാ വജ്ഹിക വശൗഖ ഇലാ ലിഖായിക, നിന്നെ കണ്ടുമുട്ടാനുള്ള ഈ ഒരു എന്താ പറയാ ത്വര, അത് റബ്ബേ എനിക്ക് തരണമേ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കാരത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് ചോദിക്കാറുണ്ട്. എല്ലാ നല്ല ഗുണങ്ങളുടെയും റബ്ബായ, അതെല്ലാ സൃഷ്ടികൾക്കും വീതിച്ചു കൊടുത്ത അല്ലാഹു സുബ്ഹാനഹു വ തആല, അവൻ എല്ലാ നല്ല ഗുണങ്ങളും ഏറ്റവും പൂർണ്ണമായ അളവിൽ ഉള്ളവനായിരിക്കും എന്നുള്ള ബോധ്യത്തോടുകൂടെ അവനെ സംബന്ധിച്ച് കൂടുതൽ അറിയാനുള്ള ആകാംക്ഷയും ആ ഒരു ആഗ്രഹവും നമുക്കെപ്പോഴും ഉണ്ടായിരിക്കേണ്ടതുണ്ട്. അവനെ സംബന്ധിച്ച് ഏറ്റവും കൂടുതൽ മനസ്സിലാക്കാനും പഠിക്കാനും ചിന്തിക്കാനും നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടതുണ്ട്. അല്ലേ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞെന്താ, ഇന്ന ലില്ലാഹി 99 ഇസ്മ മൻ അഹ്സാഹ ദഖലൽ ജന്ന. അല്ലാഹുവിന് 99 നാമങ്ങളുണ്ട്. ഈ നാമങ്ങൾ ആരാണോ ഇഹ്സാ ചെയ്യുന്നത് അവൻ സ്വർഗത്തിൽ പ്രവേശിക്കുമെന്ന് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. പക്ഷെ സ്വർഗത്തിൽ പ്രവേശിക്കാൻ നമ്മൾക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു തരുന്ന ഒരു വഴിയാണെന്ത്, അള്ളാഹുവിനെ സംബന്ധിച്ച് അള്ളാഹുവിന്റെ നാമങ്ങൾ. അത് 99 ഉണ്ട്. പക്ഷെ 99 എണ്ണമെങ്കിലും ഒരാൾ കൃത്യമായി പഠിക്കുകയും അതിന്റെ ആശയം മനസ്സിലാക്കുകയും അതിന്റെ അടിസ്ഥാനത്തിൽ ജീവിതത്തിൽ മാറ്റങ്ങൾ വരുത്തുകയും ചെയ്താൽ അവൻ സ്വർഗത്തിൽ പ്രവേശിക്കും എന്നെന്ത് ചെയ്തിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ഈ ഹദീസിന്റെ വിശദീകരണത്തിലും മറ്റുമൊക്കെ ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് പറയുന്നതായിട്ട് കാണാം, മൻ അറഫല്ലാഹ ബി അസ്മാഇഹി വസിഫാതിഹി, മൻ അറഫല്ലാഹ ബി അസ്മാഇഹി
വസിഫാത്തിഹി അഹബ്ബഹു വലാ മഹാല. ആരാണോ അള്ളാഹുവിനെ അവന്റെ ഇസ്മുകൾ കൊണ്ടും സിഫത്തുകൾ കൊണ്ടും അറിയുന്നത്, മനസ്സിലാക്കുന്നത്, പഠിക്കുന്നത്, അവൻ അള്ളാഹുവിനെ ഇഷ്ടപ്പെടും. അവൻ അള്ളാഹുവിനെ ഇഷ്ടപ്പെടാതിരിക്കാൻ സാധിക്കൂല. നമുക്ക് റബ്ബിനെ അത്രയധികം ഇഷ്ടപ്പെടാൻ പറ്റാത്തത് നമ്മൾ റബ്ബിനെ അറിയാത്തതുകൊണ്ടാണ്. അറിഞ്ഞൊരാൾക്ക് റബ്ബിനെ ഒരിക്കലും ഇഷ്ടപ്പെടാതിരിക്കാൻ സാധിക്കൂല എന്നാണ്. നമ്മൾ വളരെ ശ്രദ്ധിക്കണം. നമുക്ക് നമ്മുടെ റബ്ബിനെ സംബന്ധിച്ച് അറിയാൻ, നമ്മൾ പഠിക്കാൻ, അതിനുള്ള ഏറ്റവും നല്ല എളുപ്പമുള്ള വഴികളാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിൽ പറഞ്ഞു തരുന്നത്. അള്ളാഹുവിന്റെ അസ്മാകൾ പഠിക്കാൻ. അള്ളാഹുവിന് ഒരുപാട് നാമങ്ങളുണ്ട്. ആ നാമങ്ങൾ ഓരോന്നും അറിയിക്കുന്ന വിശേഷണങ്ങളുണ്ട്. ആ വിശേഷണങ്ങൾ നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെടുന്ന ഒരുപാട് മേഖലകളുണ്ട്. ഇതിനെ സംബന്ധിച്ചൊക്കെ നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകും നമ്മുടെ റബ്ബ് നമ്മൾ കണക്കാക്കുന്നത് പോലെയല്ല. ഇനിയും നമ്മുടെ റബ്ബിനെ പറ്റി ഇനി ഒരുപാട് മനസ്സിലാക്കാനുണ്ട്. ഈ രൂപത്തിൽ നമ്മൾ റബ്ബിനോട് പെരുമാറിയാൽ പോരാ. ഇനിയും നമ്മൾ ഏറ്റവും നല്ല പെരുമാറ്റം നമ്മൾ നന്നാക്കേണ്ടതുണ്ട്. നമുക്ക് ഓരോന്നും നമുക്ക് എന്ത് ചെയ്യും, കൂടുതൽ പഠിക്കുന്നതിനനുസരിച്ചിട്ടാണ് എന്ത് ചെയ്യുക, ഇത് ബോധ്യപ്പെടുക. പഠിക്കുന്നതിനനുസരിച്ചിട്ടാണ് നമുക്കത് ബോധ്യപ്പെടാം. അല്ലേ? നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് അറിയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹുവിനോട് ഒരിക്കൽ എന്ത് പറയാണ്, ഞാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല ഉബയ്യെ നിനക്ക് സൂറത്തുൽ ബയ്യിന ഓതിത്തരാൻ അള്ളാഹു കൽപ്പിച്ചു എന്ന്. അപ്പൊ ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹു പറയാണ്, അള്ളാഹു എന്റെ പേര് പറഞ്ഞോ ചോദിക്കാൻ. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതേന്ന് പറഞ്ഞപ്പോൾ ഉബയ്യ് ഇബ്നു കഅബ് കരഞ്ഞു പോവാണ്. അദ്ദേഹത്തിന് കരച്ചിൽ നിയന്ത്രിക്കാൻ പറ്റാതെ അദ്ദേഹം എന്ത് ചെയ്യാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുന്നിൽ വെച്ച് കരഞ്ഞു പോവാണ്. അള്ളാഹു എന്റെ പേര് പറഞ്ഞു എന്ന് കേൾക്കുമ്പോൾ അദ്ദേഹത്തിന് കരച്ചിൽ വരുന്നത് അദ്ദേഹത്തിന് റബ്ബിനെ പറ്റി കൃത്യമായി അറിയുന്നതുകൊണ്ടാണ്. റബ്ബിന്റെ മഹത്വവും അവന്റെ ഉന്നതിയും എല്ലാം കൃത്യമായി ബോധ്യമുള്ളതുകൊണ്ടാണ്. അപ്പോൾ ഈ രൂപത്തിൽ നമുക്ക് റബ്ബിനെ ശരിയായ രൂപത്തിൽ അവനെ കണക്കാക്കേണ്ടതുപോലെ കണക്കാക്കാൻ, അത് ഒരുപാട് വിശദീകരിച്ചാൽ അത് തീരൂല. ഒരുപാട് പ്രാവശ്യം പറഞ്ഞതാണ്, നമുക്കത് എത്ര വിശദീകരിച്ചാലും തീരൂല. ചുരുക്കത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ ഒരു ആയത്ത് പറഞ്ഞ് അവസാനിപ്പിക്കാം. അള്ളാഹ് പറഞ്ഞത് വമാ ഖദറുല്ലാഹ ഹഖ്ഖ ഖദരിഹി. ജനങ്ങളിൽ അധികം ആളുകളും അള്ളാഹുവിനെ എന്ത് ചെയ്യുന്നില്ല, കണക്കാക്കേണ്ടതുപോലെ കണക്കാക്കിയിട്ടില്ല. വൽ അർളു ജമീഅൻ ഖബളതുഹു യൗമൽ ഖിയാമ വസ്സമാവാതു മത്വിയാത്തുൻ ബിയമീനി. ഭൂമി മുഴുവൻ അള്ളാഹുവിന്റെ ഒരു കൈക്കുള്ളിൽ എന്ന് വെച്ചാൽ ഒരു പിടിക്കുള്ളിലാണ്. അള്ളാഹുവിന്റെ ഒരു പിടിക്കുള്ളിൽ ഭൂമി മുഴുവനും പെടും. അതുപോലെ തന്നെ ആകാശങ്ങൾ, 7 ആകാശങ്ങൾ അള്ളാഹു സുബ്ഹാനഹു വ തആല അവന്റെ വലം കൈ കൊണ്ട് എന്ത് ചെയ്യും, ചുരുട്ടി പിടിക്കും. യൗമന തവിസ്സമാ കതയ്യി സിജില്ലിൽ കുതുബ്. അള്ളാഹു സുബ്ഹാനഹു വ തആല ഖിയാമത്ത് നാളിനെ പറ്റി പറഞ്ഞത് ആകാശങ്ങളെ പുസ്തകങ്ങൾ പേപ്പർ ചുരുട്ടുന്നത് പോലെ നാം ചുരുട്ടുന്ന ദിവസം എന്നുള്ളത്. ആലോചിച്ച് നോക്ക്, ഈ കാണുന്ന ഇത്രയും വലിയ ആകാശം, നമ്മൾ ഈ കാണുന്ന ഈ ഗാലക്സികളും സൂര്യനും ചന്ദ്രനും ഈ ഭൂമിയും മറ്റ് ഗ്രഹങ്ങളും ഇതെല്ലാം ഒരൊറ്റ ആകാശത്തിന് കീഴിലാണ്. ഈ 7 ആകാശങ്ങൾ അള്ളാഹു സുബ്ഹാനഹു വ തആല അവന്റെ വലം കൈ കൊണ്ട് ചുരുട്ടി പിടിക്കും. എന്നിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല ചില ഹദീസുകൾ കാണാം, അള്ളാഹു അവന്റെ ഓരോ കാര്യങ്ങളും, മരം, മണ്ണ്, ചെടികൾ, ഓരോന്നിനെയും ഓരോ വിരലുകളിൽ വെക്കും. എന്നിട്ട് എല്ലാത്തിനും ഒന്ന് പിടിച്ചു കുലുക്കും. എന്നിട്ട് അനൽ മലിക്, ഞാനാണ് രാജാവ്. ഐന മുലൂക്കുൽ അർദ്, ഭൂമിയിലെ രാജാക്കന്മാർ എവിടെയെന്ന് ചോദിക്കും. എല്ലാ ഭൂമിയിലെ ധിക്കാരികളുടെ മുന്നിൽ വെച്ച് അള്ളാഹു സുബ്ഹാനഹു വ തആല എന്ത് ചെയ്യും, ചോദിക്കും. അള്ളാഹു സുബ്ഹാനഹു വ തആല ശരിക്കും നമ്മൾ കണക്കാക്കേണ്ടതുപോലെ കണക്കാക്കി. നമ്മൾ മലക്കുകളുടെ അവസ്ഥ ആലോചിച്ച് നോക്കി. നമ്മൾ നേരത്തെ പറഞ്ഞ അള്ളാഹുവിന്റെ സംസാരം എന്ന് പറഞ്ഞു. ഈ സംസാരം കേൾക്കുന്ന മലക്കുകളുടെ അവസ്ഥ ഹദീസിൽ വിശദീകരിക്കപ്പെട്ടിട്ടുണ്ട്. അള്ളാഹുവിന്റെ സംസാരം അത് നേരിട്ട് കേൾക്കുമ്പോൾ അള്ളാഹു അതിനു വേണ്ടി നിശ്ചയിച്ച മലക്കല്ലാതെ ബാക്കി എല്ലാ മലക്കുകളും ബോധരഹിതരായി. അള്ളാഹുവിന്റെ സംസാരം നേരിട്ട് കേൾക്കാനുള്ള ത്രാണി പോലും അത്രയും വലിയ സൃഷ്ടികളായ മലക്കുകൾക്കില്ല. അള്ളാഹുവിന്റെ ഹിജാബ് അത് പ്രകാശമാണ്. ആ പ്രകാശം അള്ളാഹു നീക്കിക്കഴിഞ്ഞാൽ അള്ളാഹുവിന്റെ ദൃഷ്ടി എത്തുന്ന എല്ലാം കത്തിക്കരഞ്ഞ് ചാമ്പലാവുന്ന വിശ്വാസം പഠിപ്പിച്ചു. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മൾ കണക്കാക്കുന്ന പോലെ കണക്കാക്കിയിട്ടില്ല എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ നമ്മൾ കൂടുതൽ പഠിച്ചാൽ നമുക്കത് കൂടുതൽ ബോധ്യപ്പെടും. അതല്ലേ അള്ളാഹു സുബ്ഹാനഹു വ തആല ഇന്നമാ യഖ്ശല്ലാഹ മിൻ ഇബാദിഹിൽ ഉലമാ. അള്ളാഹുവിനെ പേടിക്കേണ്ടതുപോലെ പേടിക്കുന്നത് അവന്റെ അടിമകളിൽ നിന്ന്
അള്ളാഹുവിനെ ശരിയാവണ്ണം അറിഞ്ഞ പണ്ഡിതന്മാർ മാത്രമാണ്. അപ്പോൾ നമ്മൾ ഓരോരുത്തരും എന്ത് ചെയ്യുക, വളരെയധികം അള്ളാഹുവിനെ സംബന്ധിച്ച് പഠിക്കാൻ വളരെയധികം ശ്രദ്ധിക്കുക. അതൊരുപാട് ആഴത്തിൽ പഠിക്കേണ്ട കാര്യമാണെങ്കിലും ഏറ്റവും ചെറിയ അളവിലെങ്കിലും നമ്മൾ പഠിച്ചെടുക്കാൻ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അള്ളാഹു സുബ്ഹാനഹു സംബന്ധിച്ച് അറിയാതിരിക്കുക എന്നുള്ളത് അത് ഒരുപാട് ഖൈറുകൾ നമുക്ക് എന്ത് ചെയ്യും, നമ്മുടെ ജീവിതത്തിൽ നിന്ന് തടയാൻ അത് വലിയ കാരണമായി തീരും. അള്ളാഹുവിനെ സംബന്ധിച്ച് ശരിയാവണ്ണം അറിയാതിരിക്കുക എന്നുള്ളത് എന്നാൽ അള്ളാഹുവിനെ സംബന്ധിച്ച് ഏറ്റവും നല്ല രൂപത്തിൽ അറിയുക എന്നുള്ളത് അതാണ് എല്ലാ ഖൈറുകളുടെയും അടിസ്ഥാനം. ഏറ്റവും അഷ്റഫായ ഏറ്റവും ശ്രേഷ്ഠമായ അറിവ് എന്നുള്ളത് അള്ളാഹുവിനെ സംബന്ധിച്ചുള്ള അറിവാണ്. ഏറ്റവും കൂടുതൽ പഠിക്കേണ്ടതും ഏറ്റവും ആഴത്തിൽ പഠിക്കേണ്ടതും എപ്പോഴും പഠിക്കേണ്ടതും ആ ഒരു അറിവാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല എന്ത് ചെയ്യട്ടെ, നമുക്ക് എല്ലാവർക്കും അള്ളാഹു സുബ്ഹാനഹു വതആലയെ സംബന്ധിച്ച് കൂടുതൽ പഠിക്കുവാനും മനസ്സിലാക്കുവാനും അവനോട് ഏറ്റവും നല്ല രൂപത്തിൽ അദബുകൾ പാലിക്കുന്ന, അവൻ തൃപ്തിപ്പെടുന്ന രൂപത്തിൽ അവനെ കണ്ടുമുട്ടുന്ന ആളുകൾ റബ്ബ് സുബ്ഹാനഹു വതആല ഓരോരുത്തരെയും ഉൾപ്പെടുത്തുകയും അതിലിത്തരം മജ്ലിസുകൾ സബബുകളാക്കി തീർക്കുകയും ചെയ്യുമാറാവട്ടെ. സല്ലല്ലാഹു അലൈഹി വസല്ലം അലാ നബീന മുഹമ്മദിൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സുബ്ഹാനകല്ലാഹു ബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅത്തൂബു ഇലൈക്.